കർത്താവിന്റെ തിരുനാമം ബന്ധപ്പെടുമാറാകട്ടെ. രാത്രി പിന്നെയും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവ്വപ്രഭാതമായ ദൈവം അവസരം നൽകി. കഴിഞ്ഞ പകലും രാത്രിയും ഇന്ന് പ്രഭാതത്തിലും നാം ഒരുമിച്ച് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനിടയായി. ഈ രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ചില ആത്മീക സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാരെ എല്ലാം ഞാൻ വന്ദനം ചെയ്യുന്നു. പ്രിയരായ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ പ്രിയ സ്നേഹിതന്മാർ ചിലരെല്ലാം വന്നിട്ടുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ കർത്താവിന്റെ വചനം ശക്തിയോടെ നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ടു വരും. പകൽ ഗൗരവതരമായ ചില ആത്മീക സത്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിലെ വലിയൊരു അപജയം എന്ന് പറയുന്നത് വാസ്തവമായും വീണ്ടും ജനിച്ച് ദൈവകൃപ അനുഭവിച്ച് ദൈവസഭയിൽ ആളുകൾ വരുന്നില്ല. ജനം എല്ലാ ദിക്കിലും ധാരാളമുണ്ട്. എല്ലാ ചർച്ചകളിലും ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടുന്നു. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് പോലെ വേണ്ട വിധത്തിൽ വീണ്ടും ജനനാനുഭവത്തിലൂടെ ദൈവകൃപ പ്രാപിച്ച് അകത്തേക്ക് വരുന്നില്ല. അതിന്റെ ഒരു കാരണം ഇന്നലെ മുതൽ പറഞ്ഞു വരുന്ന ആ വിഷയങ്ങളിൽ അന്തർലീനമാണ്. വേണ്ട വിധത്തിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നില്ല. വേണ്ട വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടാൽ ആ സുവിശേഷം വ്യക്തികളെ യഥാർത്ഥമായി രൂപാന്തരപ്പെടുത്തും. അങ്ങനെ രൂപാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ് ശരിക്കും ഈ പുസ്തകം പഠിപ്പിക്കുന്ന സഭ. രൂപാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. രൂപാന്തരപ്പെടാതെ ഇതിനകത്തുകൂടെ വർഷങ്ങളോളം അങ്ങനെ പോയതുകൊണ്ട് പ്രയോജനമില്ല. നമുക്കതെല്ലാം ഒടുവിലാകുമ്പോഴത്തേക്കും വലിയ നഷ്ടക്കച്ചവടമായി മാറും. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്, സുവിശേഷം ഒരുവൻ കേൾക്കുമ്പോൾ അവന്റെ അകത്ത് വ്യാപരിക്കുന്ന മരണം, ആ മരണത്തെ സുവിശേഷം എടുത്തു മാറ്റും. തൽസ്ഥാനത്തേക്ക് ജീവൻ കടന്നു വരും. യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമായ നിത്യജീവൻ അവന്റെ അകത്തേക്ക് കടന്നു വരും. ആ നിത്യജീവൻ കടന്നു വന്നാൽ അതിലൂടെ ലഭിക്കുന്ന റിസൾട്ട്, അവൻ മരണമില്ലായ്മയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് അവന്റെ പേരിൽ രണ്ടാം മരണത്തിന് അവകാശമില്ല. അവൻ മൃത്യുഞ്ജയനായി മരണമില്ലായ്മയിലേക്ക്, മരണഭീതി അവന് വിട്ടുപോകുന്നു. അവൻ തന്നെ പറയുന്നു, ഹേ മരണമേ, ജയം എവിടെ? അങ്ങനെ തന്റെ ഇടത്തോടെ ഉറപ്പോടെ പറയണമെങ്കിൽ അകത്ത് ചില പ്രവർത്തനങ്ങൾ നടക്കണം. വെറുതെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും കറങ്ങിയതുകൊണ്ട് കാര്യമായില്ല. എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആരിലും അധികമായി ഈ വചനത്തിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, യേശുവിനെ അംഗീകരിക്കുന്നു. പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടില്ല. അതെല്ലാം വിശ്വാസമുണ്ട്. അതിനും ഒരു വാക്യം നമ്മൾ വായിച്ചു. പെസഹ പെരുന്നാൾ കഴിഞ്ഞു വന്ന പ്രിയപ്പെട്ടവരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. കാരണം അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്നെങ്കിൽ 5 അപ്പവും 2 മീനും എത്രയായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 5 അപ്പം അന്ന് കൊടുത്തത് കൊണ്ട് അങ്ങനെ ചെയ്തു. ഇനി ഒരപ്പം കൊടുത്തതെങ്കിലും അത് വർദ്ധിപ്പിക്കും. ഇനിയിപ്പോ വന്ന് പറയാം, ഒരപ്പം പോലും ഇല്ല കർത്താവ് എന്ന് പറഞ്ഞാൽ അതും വർദ്ധിപ്പിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. പ്രമാണം, ദൈവത്തിന്റെ വിശുദ്ധ പ്രമാണം. ഈ പ്രമാണം കേട്ടനുസരിച്ച് അതിൻപടി വന്നെങ്കിൽ മാത്രമേ നിക്കോദീമോസെ കാര്യം നടക്കത്തുള്ളൂ. നിക്കോദീമോസിനോട് മാത്രമല്ല, നമ്മോടും ഈ തലമുറയിലെ സകലരോടും അത് തന്നെയേ കർത്താവ് ഇന്നും പറയാനുള്ളത്. അപ്പൊ വീണ്ടും ജനനത്തിന്റെ വഴികളും വഴിത്താരകളും ഇന്ന് പകരം നമ്മൾ കണ്ടു. എങ്ങനെയാണ് വീണ്ടും ജനനത്തിലേക്ക് കടക്കുന്നത്, എങ്ങനെയാണ് ദൈവ കുടുംബത്തിൽ അംഗമാകുന്നത്, ദൈവത്തിന്റെ മക്കളെന്ന പുത്രസ്വീകാര്യത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്. അത് സ്വർഗത്തിലെ വിത്ത്, രാജാവായ മഹാരാജാവായ വലിയവനായ ദൈവത്തിന്റെ വിത്ത്, ആ സീഡ് നമ്മുടെ അകത്തേക്ക് കടന്നു വരണം. ആ വിത്ത് അകത്ത് കൊണ്ടുവരുന്നത് ഞങ്ങളാരുമല്ല, അത് പരിശുദ്ധാത്മാവാണ് വിത്ത് കൊണ്ടുവരുന്നത്. സ്വർഗത്തിലിരിക്കുന്ന വിത്ത് നമ്മുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ആ വിത്ത് ഇവിടോട്ട് വരണമെങ്കിൽ
ഇത് ഒരുക്കപ്പെടണം. അങ്ങനെ ഒരുക്കപ്പെട്ട നിലത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വിത്ത് കൊണ്ടുവരുന്നു. ആ നിക്ഷേപിക്കപ്പെട്ട വിത്തിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അകത്ത് ആ വിത്തിനാൽ ഒരു പുതുമനുഷ്യൻ ജനിച്ചു. ഒരു വീണ്ടും ജനനാനുഭവത്തിലൂടെ നമ്മുടെ അകത്ത് ഒരു അകത്തെ മനുഷ്യൻ വന്നു, ഒരു പുതുമനുഷ്യൻ വന്നു. ഇതാണ് ഇന്ന് പകൽ നമ്മൾ പറഞ്ഞ ഏറെക്കുറെ അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രി പിന്നെയും നമ്മൾ അതിലൂടെ തുടർമാനമായി മുന്നോട്ട് പോകുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത് രാവിലെ വരാത്ത ഒത്തിരി പേരുകൂടി ഉണ്ടായി. അതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ രാത്രി പിന്നെയും നമ്മൾ ഇന്നലെ മുതൽ വായിക്കുന്ന വേദ ഭാഗത്തിലേക്ക് വരാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 2, 3, 4 വാക്യം. 1 തെസ്സലോനിക്കർ chapter 1 verse 2, 3, 4. നമ്മൾ പ്രാർത്ഥിക്കാം. പിതാവേ, വീണ്ടും ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് സന്നിധാനത്തിൽ കൂടിയിരിക്കുന്നു. കുഞ്ഞുങ്ങളായ നിങ്ങൾ ഈ രാത്രി വചനത്തിലൂടെ സ്നേഹത്തിന്റെ ആഴം അനുഭവിക്കേണ്ടതിന് തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സ്വരം ഈ രാത്രി ഞങ്ങളെ കേൾപ്പിക്കണം. നിങ്ങളുടെ വചനം ഞങ്ങൾക്ക് വേണ്ട വിധത്തിന്റെ ദോഷിതം വെളിപ്പെട്ടു വരണം. നിങ്ങളുടെ മധുതായി രാത്രി ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവ കൃപ അനുഭവിക്കാൻ ഇടയാകണമേ. ഈ ഹോൾ പരിസരവും കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാൽ വ്യാപരിക്കട്ടെ. സ്വർഗദൂതന്മാരുടെ കാവൽ നിൽക്കട്ടെ. ആരുടെയും ഏകാഗ്രതയെ ശത്രു തൊടുവാനിടയാകാതെ ഈ രാത്രി ഏകാഗ്രതയോടെ അവന് സ്വർഗീയ സ്വരം കേൾപ്പാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. രാവിലെ മുതൽ വായിക്കുന്നത് നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ഉന്നത വിളി ലഭിച്ചവരും അസാധാരണമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ പാത്രങ്ങളുമാണെന്നാണ്. അങ്ങനെയാണ് വായിച്ച് അവസാനിപ്പിച്ചത്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും. നാം എവിടെ വെച്ചാണ് ദൈവം നമ്മെ സ്നേഹിച്ചതെന്നും വിളിയാണെന്നും നമ്മൾ പറയുന്നുണ്ട്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എവിടെയാണെന്ന് പൂർണ്ണമായും ഞാൻ വിശദീകരിച്ചിട്ടില്ല. അത് ആഴമേറിയ ഒരു വിഷയമാണ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരണം. ആ തെരഞ്ഞെടുപ്പ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഉന്നതമായ വിളിയുടെ ആഴത്തിലേക്ക് നാം എത്തേണ്ടത്. ഇതിനെല്ലാം കാരണഭൂതമായി എന്ന് പറഞ്ഞത് സുവിശേഷമാണ്. സുവിശേഷം നിമിത്തമാണ് നാം ദൈവ കുടുംബത്തിൽ അംഗമാകുന്നത്. അതിനായി 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 1 Corinthians chapter 4 verse 15. കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും ഞാനല്ലോ നിങ്ങളെ സുവിശേഷ നിമിത്തം. അപ്പൊ ജനനത്തിന്റെ പ്രോസസ് രാവിലെ ഇത് വായിച്ചില്ല. ഈ വാക്യം മനസ്സിലാവുന്നുണ്ടല്ലോ. പൗലോസ് ലീഗ കൊരിന്തിൽ ചെന്ന് കറക്റ്റ് റൂട്ടിലാണ് കാര്യങ്ങൾ ചെയ്തത്. കൊരിന്തിൽ ഒരു സഭയുണ്ടായി ഊഹാഭോഗത്തിലല്ല. ജസ്റ്റ് ഇമോഷണലി അവിടെ നിന്നുകൊണ്ട് പൗലോസ് അവരെ ഇളക്കുകയോ മറിക്കുകയോ ചെയ്തില്ല. ഇളക്കുകയോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? അങ്ങനെ ഇളക്കലും മറിക്കലും അല്ലായിരുന്നു പൗലോസ് കൊരിന്തിൽ ചെന്ന് ചെയ്തത്. ഈ സത്യവചനം യഥാർത്ഥമായി കൃത്യതയോടെ ആളെന്ന് തൂക്കി പ്രസംഗിച്ചു. ആ വചനമാകുന്ന വിത്ത് അവരുടെ അകത്ത് വന്നു. അങ്ങനെ കൊരിന്തിൽ യേശു ക്രിസ്തുവിന്റെ സഭ ഉടലെടുത്തു. കുറെ കാലങ്ങൾക്ക് ശേഷം അതൊന്ന് ഓർമ്മിപ്പിക്കുക. ഞാനല്ലോ നിങ്ങളുടെ അടുക്കൽ വന്ന് ഈ സുവിശേഷം പ്രസംഗിച്ച് ആ സുവിശേഷത്തിലൂടെ ആ വിത്ത് നിങ്ങളുടെ അകത്ത് കടന്നു വന്നത്. സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇന്നലെ മുതലേ ഞാനത് ഇടയ്ക്കും ഒക്കെ പറഞ്ഞു വരുന്നത്. ആ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്റെ മറ്റൊരു കാരണം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ വായിച്ച അതിനകത്ത് ഒരു വാക്യം, ഒരു ലൈൻ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. 1 തെസ്സലോനിക്കർ 1 chapter 1 verse 9. 1 തെസ്സലോനിക്കർ 1:9. കേട്ടോ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ, വരുവാനുള്ള ദൈവ കോപാഗ്നിയിൽ നിന്ന് നാം പുറത്തു വരണമെങ്കിൽ ഈ സുവിശേഷം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയപൂർവ്വം കൈക്കൊള്ളണം. സുവിശേഷം കേൾക്കുക മാത്രമല്ല, അത് ഹൃദയപൂർവ്വം കൈക്കൊള്ളണം.
വരുവാൻ പോകുന്ന ദൈവകോപാഗ്നിയുടെ മുമ്പാകെ നിൽക്കാമെന്ന് ആരും ധരിക്കരുത്. അതിന് മുട്ടിന് ബലമുള്ള ആരും ഇവിടെ ഇല്ല. ആ ബോധ്യമുള്ളവരാണ് സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് ഈ വിത്തിനെ സ്വീകരിച്ച് ദൈവകൃപയിൽ ദൈവകുടുംബത്തിൽ അംഗമായി ഇവിടെ ഇരിക്കുന്നത്. ഇത് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും പുതുതായി പലരും ചിലപ്പോൾ കാണാം ഇതിനകത്ത്. എനിക്ക് ആരുടെയും മുഖം പരിചയമില്ല. അത് കർത്താവിന്റെ ദാസനെ അറിയത്തുള്ളൂ. ആരാണ് പുതിയത്, ആരാണ് പഴയതെന്നൊക്കെ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ ബോധിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു. ദൈവ കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശുവിന്റെ സുവിശേഷം, നിർമ്മല സുവിശേഷം, അത് ഹൃദയപൂർവ്വം കൈക്കൊണ്ടേ തീരും. വേറെ ഒരു വഴിയുമില്ല. അങ്ങനെ കൈക്കൊണ്ടാൽ ജീവനായി പരിണമിക്കും. അത് കൈക്കൊള്ളാതിരുന്നാൽ 2 തെസ്സലോനി 1-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. 2 Thessalonians chapter 1 verse 7 and 8. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ 6-7 വായിക്കാം. 6-7 കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എന്ത് കിട്ടും? പ്രതികാരം കൊടുക്കും. അത് മതി, അത്രയും മതി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി വെളിപ്പെടുമ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ ആയുസ് ലഭിച്ചിട്ടും ഉത്സാഹിക്കാത്തവരും പിതാവിന്റെ ഹിതമായ സുവിശേഷം അത് പ്രസംഗിച്ചിട്ട് അത് കേട്ടിട്ടും ഹൃദയപൂർവ്വം കൈക്കൊണ്ടത് അനുസരിക്കാത്തവർക്കും. അപ്പൊ അനുസരിക്കാത്തവരെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് വരുന്ന ആരാ? യാക്കോബുകാരും കത്തോലിക്കരും മർത്തോമക്കാരും എല്ലാം പണ്ടേ നമ്മളങ്ങ് തള്ളിക്കളഞ്ഞു. അവരൊക്കെ നമ്മൾ തള്ളി അങ്ങ് മതിലിനെ അപ്പുറത്ത് പോയി. അവരാരും വേണ്ട വിധത്തിൽ ചിലപ്പോൾ സുവിശേഷം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അനുസരിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ ഇടയിലും ധാരാളം പേർ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ അനുസരിച്ചിട്ടില്ല. ആരെയും മുറിയൊക്കെ അനുസരിച്ചവരാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. യേശു ക്രിസ്തു പറഞ്ഞ ആ കാര്യം എന്ത് നല്ല കാര്യമാണ്. അതൊക്കെ മറ്റതോ എല്ലാം യേശു തന്നെ പറഞ്ഞതല്ലേ സഹോദര? അല്പം മുമ്പ് പാടിയ പാട്ട്, ആ പാട്ട് നിന്ന് നമ്മൾ പാടിയത് ക്രൂശിക്കപ്പെട്ടിരുന്നാൽ ഞാൻ യേശുവിനെ പിൻഗമിക്കും. രാവിലെ നമ്മൾ ചിന്തിച്ചു, ലൂക്കോസ് 9:23 നാം വായിച്ചു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാളുതോറും തന്റെ ക്രൂശ് എടുത്തന്നെ. അതിന് നമ്മൾ വേറൊരു എക്സ്പ്ലനേഷനും കൊടുക്കും. എന്താ കൊടുത്തത് ഓർക്കുന്നുണ്ടോ? അത് യേശു പറഞ്ഞു, ഇന്ന് നടക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. എന്താ ഇന്ന് പറഞ്ഞത്? യേശു പറഞ്ഞത് ദിനംതോറും ക്രൂശ് എടുത്തന്നെ അനുഗമിക്കുക. പക്ഷെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകളും കാര്യപരിപാടികളും എല്ലാം അങ്ങനെ ക്രൂശുമായി വരുന്നവരുടെ പ്ലീസ് ആ ക്രൂശ് അൺലോഡ് ചെയ്യും, അത് ഞങ്ങൾ എടുത്തോളാം, നീ ക്രൂശില്ലാതെ പോകോ. ക്രൂശുകളെല്ലാം ഞങ്ങൾ എടുക്കാം, പിന്നെ റിലീസ് ചെയ്യാം, ക്രൂശില്ലാതെ നീ പോകോ. അതാണ് ഇന്ന് നടക്കുന്ന ശുശ്രൂഷകൾ. യേശു കർത്താവ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാ. അതിന് ആമേൻ പറയണമെന്നാ. ക്രൂശെടുത്ത് മാറ്റുന്നതല്ല പുതിയ ദൈവ ശുശ്രൂഷ. യേശു പോയ അതേ പാതയിലൂടെ ക്രൂശെടുത്ത് നാം പോകണം. ദിനംപ്രതി നാം ക്രൂശിക്കപ്പെടണം. മോഹങ്ങളെ ക്രൂശിക്കണം, ഇമ്പങ്ങളെ ക്രൂശിക്കണം. വീട് തെറ്റരുത്. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പൗലോസ് പറയാണ് 2 കൊരിന്ത്യർ 4:16. 2 Corinthians 4:16. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ 40 നാൾ പുരുഷം പ്രാപിക്കും. ഒന്നുകൂടെ വായിച്ചു. മനോഹരമായ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ 40 നാൾ പുരുഷം പ്രാപിക്കുന്നു. ഇത് തന്നെയാണോ സിസ്റ്റം? ഇങ്ങനെ തന്നെയാണോ ഇപ്പൊ നടക്കുന്നത്?
പുറമേയുള്ളവൻ ക്ഷയിക്കുന്നുണ്ടോ, അകമേയുള്ളവൻ വർദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വളരുന്നുണ്ടോ? ഇതാണ് ദൈവം വെച്ച മോഡ്, ദൈവം വെച്ച പ്രൊസീജിയർ. ഇങ്ങനെ തന്നെയാണോ വണ്ടി പോകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? അല്ലെങ്കിൽ അപ്പൊ അതിനെ തെറ്റി അതിന് പുസ്തകം തിരുത്തണം, നമ്മൾ തിരുത്തണം. രണ്ടിലൊന്നും ഏതായാലും ചെയ്തേ. ദൈവത്തിന്റെ വാചകത്തിൽ കൂട്ടിച്ചേർക്കാൻ എനിക്ക് ഏതായാലും പ്ലാനില്ല. ഞാൻ ഈ രാത്രി അല്പം 1 മണിക്കൂർ കഴിഞ്ഞാൽ പോവാം. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്ത് വേണേലും ചെയ്യാം. ഞാൻ പോയ ശേഷം കുടിയതെന്നായിട്ട് കിടക്കും. ഉപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അങ്ങനെയൊക്കെ ആര് വേണേലും എന്തുവേണേലും പ്രസ്താവിച്ചോട്ടെ. ഇതാണ് ദൈവ വചനത്തിന്റെ മാറ്റമില്ലാത്ത സ്ഥിരമായ സ്ഥിതി. നാം വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ, നമ്മുടെ അകത്ത് രാജാവിന്റെ വിത്ത് വീണ് രാജകീയ പ്രജ വന്നു കഴിയുമ്പോൾ, അവൻ വളരണം. പുറമേയുള്ളവൻ ആദാമിന്റെ സന്തതി ക്ഷയിക്കണം. മൺമയൻ താഴണം, വിൺമയൻ ഉയരണം. ഈ വിൺമയൻ പൂർണ്ണ ബലത്തോടും പൂർണ്ണ തേജസ്സോടും തലയോളം വളർന്ന് സ്വർഗീയ മഹിമകൾ പ്രാപിച്ച് പുതിയ യെരൂശലേമിലെ സിംഹാസനത്തിലേക്ക് വരേണ്ടവനാണ്. അവനാ ശാപ്പാട് കൊടുക്കേണ്ടത്. അവൻ ബലശാലിയാകണം. പകരം നാം ഇന്ന് ആരെയാ പോഷിപ്പിക്കുന്നത്? നാം ഇന്ന് ആരെയാ പോഷിപ്പിക്കുന്നത്? സഹോദരങ്ങളെ, പുറമേയുള്ളവനെയോ അകമേയുള്ളവനെയോ? ഞാൻ ചോദിച്ചു, എത്ര മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്നെന്ന്? പുറമേയുള്ളവനെ ഇത് മാത്രം പോഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് ക്ഷയിച്ച് 6 അടി മണ്ണിലേക്ക് പോകേണ്ടതാണ്. ഇതിനോർത്ത് അലങ്കാതെ കുടിക്കാതെ ഇരിക്കരുത്, ചതിക്കരുത്. അതെല്ലാം അതിന് ഭംഗിയായിട്ട് പോകണം. ഇങ്ങനെ ഞാൻ പത്തനാപുരത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെയല്ല കുറച്ചുകൂടി വേറൊരു രീതിയിൽ പ്രസംഗിച്ചപ്പോ അവിടെ ഒരു സഹോദരി പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും വേണ്ടല്ലോ, കർത്താവ് വരികയല്ലേ. അങ്ങനെയൊക്കെ പേര് ചാടിക്കേറി പറഞ്ഞു കളയത്. ഇത് പ്രസംഗിക്കുന്നത് എനിക്ക് പ്രസംഗിക്കുമ്പോ യേശു ഉടനെ ഒന്നും വരില്ല. 6 മാസം ഞാൻ ഗ്യാരണ്ടി തരാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ രാത്രി വരും എന്നല്ലാതെ പ്രസംഗിക്കാൻ പറ്റുമോ? വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപദേശിയായ എനിക്ക് ഈ രാത്രി യേശു വരുമെന്നല്ലാതെ, ഈ നിമിഷം വരുമെന്നല്ലാതെ വേറെ എന്ത് പ്രസംഗിക്കാൻ പറ്റും? അത് കേൾക്കുന്നവർ പ്രായോഗികമായി മനസ്സിലാക്കണം. അവൻ വരാറായി. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ വെപ്രാളപ്പെട്ടത് എന്ന് പറയുന്നത്. ഞാൻ കൈക്കൊള്ളണം, ഒരുങ്ങിയിരിക്കണം പോകാൻ. ഉടനെ തർക്കുത്തരം പറയരുത്, അത് നല്ലതല്ല. ആ രീതിയിലുള്ള ഇനി അലക്കണ്ടല്ലോ, കുളിക്കണ്ടല്ലോ, ഇനി അലക്കണ്ടല്ലോ വരികയല്ലേ. ഇനിയിപ്പ കൂരി അലക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ രീതിയിലുള്ള തർക്കുത്തരങ്ങളൊക്കെ കഴിഞ്ഞിരിക്കട്ടെ. സുവിശേഷം കേൾക്കുമ്പോൾ അത് അനുസരിച്ചില്ലെങ്കിൽ 2 തെസ്സലോനി 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ച്, അകമേയുള്ളവൻ വളരണം, പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കണം. ഇത് സുവിശേഷത്തിന്റെ നിയമമാണ്. സുവിശേഷ നിമിത്തം ജനനം നടന്നു കഴിഞ്ഞാൽ അത് നിയമമാണ്. ഇത് വായിച്ചോ. സുവിശേഷം വീണ്ടും നമ്മൾ വായിക്കുക. സുവിശേഷം അനുസരിക്കാത്തവർ, സുവിശേഷത്തിന്റെ പ്രൊസീജിയർ അനുസരിച്ച് വീണ്ടും ജനനം നടന്നു കഴിഞ്ഞാൽ പോരാ. അത് നടന്നു കഴിഞ്ഞതിന് ശേഷം ആ അകത്തെ മനുഷ്യൻ വളരണം, പുറത്തെ മനുഷ്യൻ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ താഴണം, അവൻ കുറയണം. അങ്ങനെയും സംഭവിക്കണം. അതാണ് സുവിശേഷത്തിന്റെ മെത്തേഡ്. അങ്ങനെ വന്നെങ്കിലേ പിതാവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുള്ളൂ. ഈ നിലയിലായിരുന്നു നമ്മുടെ പഴയകാല പാട്ടുകളും സംവിധാനങ്ങളും സിസ്റ്റങ്ങളെല്ലാം. എല്ലാം പൊളിച്ചില്ലേ? എല്ലാവരും കൂടി ചവിട്ടി പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഇപ്പൊ നമുക്ക് തോന്നുന്ന പോലെ പാടുന്നു, ഓടുന്നു, ചാടുന്നു. പണ്ട് കാലത്ത് പാടിയിരുന്നു. ചിലർക്കൊക്കെ, ചില പ്രായമുള്ള അമ്മച്ചന്മാരുടെ ഉണ്ട്, പഴയകാല കാര്യങ്ങൾ അറിയാവുന്നവര്. അവർക്കൊക്കെ അറിയാം പണ്ട് പാടുന്ന പാട്ടുകൾ. ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, ഞാൻ അവനെ ചാകണം എങ്കിലോ വേണ്ടില്ല, 1000 ജീവിക്കട്ടെ. കേട്ടിട്ടുണ്ടോ? കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ വീഴുമേ. എന്തൊരു പാട്ടുകൾ, ആത്മാവിൽ എഴുതിയ പാട്ടുകൾ. അത് പാടി പാടി അവർ ഈ ഭൂമിയിൽ ദിനം പ്രതി ഞങ്ങൾ അന്യരും പരദേശികളും എന്ന് എഴുതി. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ വളരട്ടെ, പുറത്തുള്ളവൻ ക്ഷയിക്കട്ടെ. അങ്ങനെ നടന്ന പരദേശികൾ
പാരിൽ പരദേശികളായിരുന്നു. അവരുടെ ഗുരു അതുപോലെ തന്നെയായിരുന്നു. ഗുരുവിന്റെ പേര് ഓർമ്മയുണ്ടോ? അറിയാമോ? കുഞ്ഞുങ്ങളുടെ ഈ പറഞ്ഞ വാർത്തകളുടെ ഗുരുവിന്റെ പേര് ഓർമ്മയുണ്ടോ? ആ നസ്രായനായ യേശു, അരക്കാശിന് മുതലില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാത്ത നസ്രായന്റെ പിൻഗാമികൾ അവർ പാടിയ പാട്ടുകളായിരുന്നു. സുവിശേഷത്തിന്റെ ലഹരി അവരുടെ അകത്തേക്ക് വന്നു. അതകത്തേക്ക് കടന്നു വന്നപ്പോൾ യാഥാർത്ഥ്യബോധം അവർക്ക് ലഭിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്ന സുവിശേഷം അതെന്ത് സുവിശേഷമാണ്? ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചാട്ടെ. Galatians 1, chapter 1, verse 6, 7, 8. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്ന്. സുവിശേഷത്തിൽ ഞാൻ രാവിലെ പോലും പറയുന്നത്, അപ്പൊ എല്ലാം സുവിശേഷമാണ് ധരിക്കുന്നത്. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ വെച്ചിട്ടുണ്ടോ അതിനെല്ലാം ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. 9 കൃപാവരം വെച്ചിട്ടുണ്ടെങ്കിൽ 9 കൃപാവരം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതൊക്കെ പഠിപ്പിക്കുന്ന പാർട്ടിയാണ്. 9 കൃപാവരം പുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതേ അച്ചും പുള്ളിയായിട്ട് 9 വേറെ ഉണ്ട്. അങ്ങനെയുണ്ട്. അവരും ഇതെല്ലാം പഠിച്ചു തന്നെയാ വരുന്നത്. ബട്ടൺസ് വിട്ട് തന്നെയാ വരുന്നത്. ബട്ടൺസ് ഒന്നും കൂലിയല്ല വരുന്നത്. അപ്പൊ അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവകൃപ പ്രാപിക്കണം. അത് ആദിമ സഭയ്ക്കുണ്ടായിരുന്നു ആ കൃപ. ഏത് കൃപ? വിവേചന വരം എന്ന വരം. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന വരം ഏതാ? രോഗശാന്തി വരം. അതെന്തിനാ? 10 പുത്തൻ പോക്കറ്റ് വരം. 10 രോഗിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഏതെങ്കിലും മരിച്ചവരൊന്ന് അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രശസ്തരായി. പിന്നെ പാസ്റ്റർ ഫ്ലൈറ്റി മാത്രമേ വരത്തുള്ളൂ. ലാൻഡ് ചെയ്യുമ്പോൾ 75 ലക്ഷം രൂപയുടെ കാർ പറ്റിയാണ് ചിലർ കൊണ്ടുപോകുന്ന പറയുന്നത്. കോളത്ത് ലീലാ പാലസ് ഹോട്ടലിൽ ഒരു ദിവസം കിടക്കുന്നത് 35,000 രൂപയ്ക്കൊക്കെയാണ്. വലിയ ദൈവകൃപ തന്നെ, സാധാരണ കൃപ തന്നെ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളു കിടക്കാൻ. സത്യ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് കിടപ്പാടം റെയിൽവേ സ്റ്റേഷനൊക്കെയാണ്. അവരെ ആരെയും ഈ സത്യം പ്രസംഗിക്കുന്നവരൊന്നും ആരും മട്ടുപ്പാവിക്കേണ്ടി കിടത്താറില്ല. ജീവന്റെ സുവിശേഷം അത് സാത്താൻ കോട്ടി മാറ്റുന്നു. അതുകൊണ്ടാണ് പൗലോസ് പിന്നെയും പറയുന്നത് 2 കൊരിന്ത്യർ 4:3-4. 2 Corinthians chapter 4 verse 3 and 4. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ സുവിശേഷം അത് പറയാം. ഞങ്ങളുടെ സുവിശേഷം വായിച്ചോ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിൽ കുരുടാൻ. സുവിശേഷത്തിനകത്ത് എന്തുകൊണ്ടെന്നാ വായിച്ചത്? തേജസ് ഉണ്ട്. ആ തേജസ് നമ്മിലേക്ക് വരാതിരിക്കാൻ ഈ ലോകത്തിന്റെ പ്രഭു സകലരുടെയും കണ്ണ് കുരുടാക്കുന്നു, അടയ്ക്കുന്നു. ആ തേജസ് വിശുദ്ധാലങ്കാര വസ്ത്രം, ആ തേജസിന്റെ വസ്ത്രം പ്രാപിച്ചില്ലെങ്കിൽ ഈ പറയപ്പെട്ട ദിവസത്തിൽ ദൈവകോപാഗ്നി വെളിപ്പെടുമ്പോൾ ആ ഉത്സവ വസ്ത്രം ഇല്ലാതെ എങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കൂ? അതുകൊണ്ട് സാത്താന്റെ തന്ത്രം ഞങ്ങളുടെ സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളാതെ വന്ന അതിനെ അവൻ മറിക്കാൻ പരിശ്രമിക്കുന്നു. പകരം വേറൊരു സുവിശേഷം. ആ സുവിശേഷത്തിന്റെ പേര് വായിക്കും. ഗലാത്യലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. Galatians 1:11. ഗലാത്യലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് ഏത് സുവിശേഷമാണ്? അത് മനുഷ്യന്റെ സുവിശേഷം, മാനുഷിക സുവിശേഷം. യേശുവിന്റെ സുവിശേഷം മനുഷ്യന്റെ സുവിശേഷം. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ചിലപ്പോൾ റവറന്റോ, റൈറ്റ് റവറന്റോ, മോസ്റ്റ് റവറന്റോ, നിതാന്ത വന്ധ്യ ദിവ്യ മഹിമാശ്രീ പാസ്റ്ററൊക്കെയാണ്. അവരാര് വേണേലും ആകാം. അവർക്കെല്ലാം സുവിശേഷം ഉണ്ടാകാം. ആ സുവിശേഷത്തിന്റെ ഒരു വകഭേദം പറയാം. ആ സുവിശേഷ പ്രകാരം അബ്രഹാമിന് വരേണ്ടുന്ന സകല അനുഗ്രഹങ്ങളും നമുക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് ഈ കാലഘട്ടത്തിൽ മാലോകരെ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം മലയാളക്കരയിലുണ്ട്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു,
ആയതിനാൽ ആ അനുഗ്രഹം മുഴുവൻ നമുക്കും കൂടെ കിട്ടും. അങ്ങനെ വചനമുണ്ടെന്നാ പറയുന്നത്. തെറ്റാ പ്രിയരെ. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനെ പല കാര്യത്തിലും ദൈവം അനുഗ്രഹിച്ചു. കൂട്ടത്തിലൊരു അനുഗ്രഹം 318 മല്ലന്മാർ അഭ്യാസികൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മളാരും അതിനുവേണ്ടി എന്താ പ്രാർത്ഥിക്കാത്തത്? 318 മല്ലന്മാർ, എന്തിനും തയ്യാറായ മല്ലന്മാർ പുള്ളിയുടെ കൂടെ ഇടിക്കും യുദ്ധത്തിനും കൊള്ളയിടാനും ഒക്കെ പോകാൻ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെന്താ അത് വേണ്ടത്? നമുക്ക് സ്പിരിച്വൽ ഗുണ്ടാസമോ എന്ത് പേര് വേണം കിട്ടോ? അതുകൊണ്ടോ അതും കിട്ടിയ ഈ കാലഘട്ടങ്ങളില്ല. വെറുതെയല്ല കുഴപ്പങ്ങളുടെ എല്ലാം കാരണം. ഇതിലെല്ലാം പറയുന്ന വാക്യം ഗലാത്യ ലേഖനം 3:8 വായിച്ചു. അത് നമ്മളിപ്പോ പൊളിക്കാൻ പോകാട്ടോ. അബ്രഹാമിന്റെ അനുഗ്രഹം 2-3 മിനിറ്റ് കഴിയുമ്പോ പൊളിക്കും. ഗലാത്യ ലേഖനം 3:8. സകല ജാതികളും അബ്രഹാമേ, ഇസ്രായേലിന് വെളിയിലുള്ള ഭൂമിയിലുള്ള സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അതൊന്നുകൂടെ തെളിയണമെങ്കിൽ 14 വാക്യം വായിക്കണം. 3:14. 3:40. Galatians 3:40. അബ്രഹാമിനോട് പിതാവായ ദൈവം കൊടുത്ത വാഗ്ദത്തം, നിന്റെ മകനായ ദാവീദിന്റെ സന്തതി വഴി ഭൂമിയിലുള്ള സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കും. അതെങ്ങനെയാ അനുഗ്രഹിക്കുന്നത്? ഞാൻ അവർക്കൊരു സ്വർഗീയ നിക്ഷേപം കൊടുക്കും. 2 കൊരിന്ത്യർ 4:7 വായിച്ചു. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിധി ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ്. ഈ നിക്ഷേപം, സ്വർഗത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം, ജാതികളായ നമുക്ക് വരുവാൻ കാരണഭൂതമായത് അബ്രഹാമിനോട് യുഗങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് പിതാവ് കൊടുത്ത വാഗ്ദത്തമാണ്. നിന്റെ പുത്രനിലൂടെ നിന്റെ മകനായ ദാവീദിന്റെ സന്തതിയായി, സ്ത്രീയുടെ സന്തതിയായി നസ്രായനായ യേശു വെളിപ്പെടും. അവൻ വെളിപ്പെടുമ്പോൾ അവൻ മൂലം എഫേസ്യർ ലേഖനം 3:6. അവൻ മൂലം എഫേസ്യർ ലേഖനം 3:6. എഫേസ്യൻസ് 3:6. ഇന്നലെ വായിച്ചതാണ്. ഇന്നലെ രാത്രി ആഴമായി നമ്മൾ ചിന്തിച്ച കാര്യമാണ്. ഇതാണ് മർമ്മം. എന്താണ് അബ്രഹാം വഴി നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ജാതികളായ നമുക്ക് യാതൊരു ഹോപ്പുമില്ല, സ്കോപ്പുമില്ല. നാം പുറംപറമ്പിൽ തള്ളപ്പെട്ടവർ, നാം പുറംപോക്കിൽ കിടന്നവർ. കുറച്ചുകൂടി സ്റ്റാൻഡേർഡായ മലയാള പദത്തിൽ ഇതിൽ എഴുതിയിരിക്കുന്നു, നാം ദൂരസ്ഥരായിരുന്നു. ദൈവമായി നമുക്ക് സംബന്ധമില്ല, നമുക്ക് ദൈവത്തെ അറിയുന്നില്ല, ഇസ്രായേൽ പൗരതയോട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ തെറ്റിക്കപ്പെട്ട് തള്ളപ്പെട്ട് കിടന്ന നമ്മെ യേശു ക്രിസ്തു മൂലം സ്വർഗീയ പൗരതയോട്, ആ സ്വർഗീയ കുടുംബത്തോട് അടുപ്പിച്ചു, നിരപ്പിച്ചു. എന്നിട്ട് ഇവിടെ നമ്മൾ വായിച്ചു, യേശു ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം നാം കൂട്ടവകാശികൾ. സകല സ്വർഗീയ വാഗ്ദത്തങ്ങൾക്ക് നാം അന്യരല്ല, അനുഭവസ്ഥരാകണം. അബ്രഹാമിനുള്ളതാണോ യേശു ക്രിസ്തുവിനുള്ളത്? അബ്രഹാമിനുള്ള കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ്. 318 അഭ്യാസികൾ. ആടാണേലുമുള്ള മാടാണേലുമുള്ള എണ്ണിയാൽ തിട്ടപ്പെടുത്താം. പക്ഷെ യേശു ക്രിസ്തുവിനുള്ളത് തിട്ടപ്പെടുത്താൻ പറ്റുമോ? അതിന്റെ എല്ലാ ഉടമകളും അവകാശികളുമാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. രാവിലെ നാം ചിന്തിച്ചു, ആ സ്വർഗത്തിലെ ഉയിർ തകർന്നു വീണ ദൈവ കുടുംബത്തിൽ ജനിച്ച ഒരു ദൈവ പൈതൽ, അവൻ സാധാരണക്കാരനല്ല, രാജാവിന്റെ ഉയിർത്തിനാൽ ജനിച്ച രാജാവാണ്. അതിന്റെ മുമ്പിൽ അബ്രഹാം ആരാണെന്ന് വായിക്കാൻ പോവാം. ലൂക്കോസ് 7:22. അബ്രഹാം ബഹുമാന്യനാണ്, ദൈവത്തിന്റെ പ്രിയനാണ്, ദൈവത്തിന്റെ സ്നേഹിതനാണ്, അതെല്ലാം ഓക്കെ. പക്ഷെ പുതിയ നിയമ സഭയുടെ മുമ്പാകെ, മണവാട്ടി സഭയുടെ മുമ്പാകെ അബ്രഹാം ആരാണെന്ന് വായിക്കും. ഈ വായിച്ച വാക്യം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം.
ആദ്യഭാഗം പറയുന്നു, നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനായ യേശു ക്രിസ്തു തന്നെ പറയുന്നു, നാളെ വരെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. പഴയ നിയമത്തിന്റെ ഭക്തന്മാരെയെല്ലാം നിരനിരയായി നിരത്തി നിർത്തുന്നു. അങ്ങനെ നോഹ മുതൽ 1, 2 നിർത്തുന്നു. നോഹ, മോശ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഏലിയാവ്, ഏലീശ, യെരമ്യാവ്, യെശയ്യാവ്, സകലരും. ഒടുവിൽ മലാഖി, തൊട്ടടുത്ത് യോഹന്നാൻ സ്നാപകൻ. പഴയ നിയമത്തിന്റെ സകലത്തിനെയും നിരത്തി നിർത്തിയിട്ട് പറയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാണ്? അപ്പൊ അബ്രഹാമോ സ്ത്രീ എന്നല്ല ജനിച്ചത്, ഇസഹാക്ക് സ്ത്രീ എന്നല്ല ജനിച്ചത്, യാക്കോബ് സ്ത്രീ എന്നല്ല ജനിച്ചത്, യോഹന്നാൻ സ്നാപകനോ അവൻ സ്ത്രീ എന്നല്ല ജനിച്ചത്. യേശു പറയുന്നു എല്ലാവരേക്കാളും വലിയവൻ ആരാണ്? അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരെയും പോലെ ആവാൻ. നോർമലി ഇന്നത്തെ കോട്ടി മാറ്റിയ സുവിശേഷത്തിന്റെ ലാംഗ്വേജ് അനുസരിച്ച് ഞാൻ പറയാണ്. പിന്നെ യേശു പറഞ്ഞ ആ കാര്യം പഴയ ദൈവത്തിന്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകനെ പോലെ ആകാനല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ടത്, കാക്ഷിക്കേണ്ടത്. അത് നമുക്ക് വേണ്ട അല്ലേ? അത് മരുഭൂമി പോകണമല്ലോ, കാട്ടുതേനും വെട്ടുക്കിളിയൊക്കെ തിന്നണമല്ലോ. അത് നമുക്ക് വേണ്ട. ഇതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞത് പിടികിട്ടുന്നുണ്ടോ? ഇത് കിട്ടിയില്ലയോ? ആരെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇതിനകത്ത് കയറിയാൽ ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പ്രസംഗത്തിലല്ല, പ്രസംഗം ഞാൻ നിർത്തോളാം. ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വെളിപ്പാടകത്ത് കയറണം. പുതിയ നിയമ സഭ എന്താണ്? നാം ആരാണ്? നാം എവിടെയായിരുന്നു? ഇപ്പോൾ എവിടെയാണ്? നാളെ എവിടേക്ക് പോകുന്നു? ഇത് മനസ്സിലാക്കാതെ എങ്ങനെ നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ സ്നാപകൻ. എന്നാൽ വായിക്കും, എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനിലും വലിയവൻ. ഈ പഴയ ദൈവത്തിന്റെ എല്ലാവരും നിരനിരയായി നിർത്തിയിട്ട് ദൈവരാജ്യത്തിൽ, ദൈവ കുടുംബത്തിൽ വചനമാകുന്ന വിത്തകത്ത് വന്ന് വീണ്ടും ജനിച്ച റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കിടക്കുന്നവനായിട്ട് ഒരു കൂര വെച്ച് ആ കൂരയിൽ കിടക്കുന്ന അവൻ അനുദപിച്ച് സുവിശേഷം കൈക്കൊണ്ട് സ്വർഗീയമായ വിത്തകത്ത് സ്വീകരിച്ച് വീണ്ടും ജനനാനുഭവത്തിൽ ദൈവ കുടുംബത്തിൽ ദൈവരാജ്യത്തിൽ വന്ന അവൻ. ഇവിടെയും കൊണ്ടൊരു പ്രത്യേകത, ഇവിടെയും ചെറിയവരും എന്ന് പറഞ്ഞാൽ 30, 60, 100 മേനി വളയുന്നവരുണ്ട്. ചിലര് 30 താഴെ വരെ വളയുന്നവരുണ്ട്. അത് 90 വയസ്സായി 100 വയസ്സായി 30, 30 വരെ ചിലപ്പോൾ പോയി. മറ്റ് പല പരിപാടികളും കൃഷികളും ആയതുകൊണ്ട് 31, 32, 33, അങ്ങനെ 60, 70, 80, 90, 100 അതിന് സമയം കിട്ടിയില്ല. വേറെ പല പരിപാടികളും കൃഷികളുമായിരുന്നു. കുടി കിട്ടുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു 30, 60, 100 മേനിയും വിളയുന്നു. അപ്പൊ യേശു ആഗ്രഹിക്കുന്നത് അതിന്റെ ടോപ്പിൽ തന്നെ വിളഞ്ഞതിന്റെ കുഞ്ഞുങ്ങൾ വരണമെന്നാണല്ലോ. അതായത് ആ 100 എന്ന് പറയുമ്പോ തലയോളം തന്നെ, തന്നെ പോലെ തന്നെ, അപ്പനെ പോലെ തന്നെ, ഗുരുവിനെ പോലെ തന്നെ വരണം. ഈ വാർത്ത അവിടെ വരെ എത്തിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറിയവന്റെ കാര്യം പോലും എന്താ പറയുന്നത്? അവൻ യോഹന്നാൻ സ്നാപകനേക്കാളോ അബ്രഹാമിനേക്കാളോ താഴെയാണോ? നീ എന്താ സഹോദരങ്ങളെ, അബ്രഹാമിനുള്ള കോഴി, പൂച്ചയെ, ആടും ഒക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ മുള്ള പിടിച്ച് പ്രസംഗം കേൾക്കുന്നത്? ഞാൻ ഇന്നുകൊണ്ട് പ്രസംഗം നടത്തി പൊക്കോളാം, പക്ഷെ നിങ്ങളുടെ കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നേ ചെയ്യും. ഇതാണ് സത്യസുവിശേഷം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ക്ഷയിച്ചു പോകുന്നതാണ്. അബ്രഹാമിന് കൊടുത്തത് കാനാനാണ്, കനാൻ ദേശം. നമുക്ക് തരുന്നത് പുതിയ യെരൂശലേമാണ്. അബ്രഹാമിന് കൊടുത്തത് ഈ ഭൂമിയിലെ നന്മകളാണ്. 10,000 ആടിനെ കൊടുത്താലും അത് സെർട്ടൻ പീരീഡ് കഴിഞ്ഞ ആളുകൾ ചത്തുപോകും. വീണ്ടും ജനിക്കുമായിരിക്കാം വേറെ ആളുകൾ. എങ്കിലും കൊടുത്ത ആളൊക്കെ കുറെ കഴിയുമ്പോ നശിച്ചു പോകും. അത് പൂച്ചാനെ കൊടുത്താലും കോഴിയെ കൊടുത്താലും ഒക്കെ പോകും. അതേസമയം വചനം പഠിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഉതിർന്നു പോകുന്നതല്ല, അത് ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത ഒരു അവകാശത്തിൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്താ തലയിലേക്ക് കയറാത്തത്? നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം ഇതൊന്നുമില്ലാത്തതാണ്. പുതിയ നിയമസഭയ്ക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നാം, എങ്കിലും ശ്രദ്ധിച്ചോ. പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പുസ്തകം ഒരേ ഒരു അനുഗ്രഹമേ കൊടുക്കുന്നുള്ളൂ. രണ്ടാമതൊരു അനുഗ്രഹമില്ല. ആ അനുഗ്രഹത്തിന്റെ പേര് യേശു ക്രിസ്തു.
രണ്ടാമതൊരു അനുഗ്രഹം പിതാവ് തരുന്നില്ല. അപ്പോ പലതും കിട്ടിയതോ പ്രിയരെ, അതൊന്നും അനുഗ്രഹമല്ല, അതെല്ലാം ദൈവം തരുന്ന ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ. ദൈവം നമുക്ക് തരുന്ന ഗിഫ്റ്റുകൾ. നമുക്ക് 100 ബെൻസുകാരുണ്ടെന്നിരിക്കട്ടെ, അത് ദൈവം തന്ന ഗിഫ്റ്റ്. പക്ഷെ ദൈവം പുതിയ ദൈവസഭയ്ക്ക് കാന്തയ്ക്ക് കൊടുക്കുന്ന ഒരേ ഒരു അനുഗ്രഹം, അത് ഉതിർന്നു പോകാത്തത്, ക്ഷയിച്ചു പോകാത്തത്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്തത്, കോട്ടമില്ലാത്തത്, അവൻ സർവാംഗ സുന്ദരൻ. ആ അനുഗ്രഹം നമ്മുടെ അകത്ത് ഈ വിത്ത് വന്ന് വീണപ്പോൾ ആ അനുഗ്രഹം വന്നു. അത് കഴിഞ്ഞെന്ന് വേണം. അപ്പോസ്തലന്മാർ പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹം പൂർത്തീകരണം, അനുഗ്രഹിക്കപ്പെടുന്ന ലെവലുകൾ പറയുന്നു. അതെന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യലേഖനം 4:19 വായിക്കണം. Galatians 4:19. ആ അനുഗ്രഹം വന്ന് വീണു. ആ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് വായിക്കുക. ക്രിസ്തു നിങ്ങളെ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ. മലയാളത്തിൽ ഉരുവാകുക എന്നാണ്, അത് കറക്റ്റ് അല്ല. ക്രിസ്തു നിങ്ങളിൽ ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക. ഓൾറെഡി ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചു, സുവിശേഷം നാം അംഗീകരിച്ചപ്പോൾ, സുവിശേഷം കൈക്കൊണ്ടപ്പോൾ സ്വർഗ്ഗത്തിലെ വിത്തകത്ത് വന്ന് ജനനം നടന്നു. ക്രിസ്തു ഉരുവായി. പിടികിട്ടുന്നുണ്ടോ? വിത്ത് വന്ന് വീണപ്പോൾ എന്ത് സംഭവിച്ചു? ഉരുവായി. നമുക്കത് മനസ്സിലാവുമല്ലോ. പ്രായമുള്ളവർക്ക് ഏതാണ് കൃത്യമായിട്ട് മനസ്സിലാവും. വിത്ത് വീണു, ഉരുവായി. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം? ഉരുവായത്. ഈ വചനത്തിനകത്ത് അത് മലയാളത്തിലെ ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിരിക്കും. ഫോം ചെയ്യാറുണ്ട്. അത് ഇവിടെ കറക്റ്റ് ആണ്. മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ ഒരു കുഴപ്പമാണ്. നാം ഇത് കേട്ടു, അത് തലയിൽ സ്റ്റോർ ചെയ്യുക, അകത്ത് സ്റ്റോർ ചെയ്യുക. അപ്പൊ ക്രിസ്തു നമ്മൾ ഇനി എന്ത് ചെയ്യണം? അനുഗ്രഹം എന്ന് വീണു. ആ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എന്താ? അവൻ വളരണം. നമ്മുടെ അകത്ത് വളർന്ന് വളർന്ന് പന്തലിക്കണം. ആ അകത്തെ മനുഷ്യൻ പൂർണ്ണ നിറവിൽ, ദൈവത്തിന്റെ സകല നിറവിൽ നിറയണം. അതാണ് അനുഗ്രഹ പൂർത്തി. ഒരു ത്രാസ്, ആ ത്രാസിന്റെ ഇങ്ങേ തട്ടിൽ യേശുവിനെ വെക്കാം, അങ്ങേ തട്ടിൽ 100 ഓടിക്കാർ വെക്കാം. ഓടിക്കാർ ഈ ഗ്യാപ്പിൽ ഒരു 10 ബെൻസ് കൂടെ ഇല്ല. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യും. അതായത് രാവിലെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അത് ഞാൻ സാധാരണ ചോദിക്കുന്ന രീതിയിലൂടെ ചോദിച്ചില്ല. വലിയ മയത്തിലങ്ങ് കിട്ടി. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതങ്ങ് പിടിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മയത്തിലങ്ങ് കിട്ടും. ആ ചോദ്യം വരാത്തവർക്ക് വേണ്ടി ഒന്ന് വായിക്കാം. സങ്കീർത്തനം 73:25. വന്നവർക്ക് നോക്കിയതിലും കുഴപ്പമില്ല, വരാത്തവർക്ക് വേണ്ടി ആ വാക്യം ഒന്ന് വായിക്കാം. ഇപ്പൊ ഈ ത്രാസ് ഇപ്പൊ നമ്മൾ മുമ്പിൽ നിൽക്കുന്നല്ലോ, ഒരു സൈഡിൽ ഇത് പറഞ്ഞു, മറു സൈഡിൽ അത് പറഞ്ഞു. ഇത് വായിക്കും. സങ്കീർത്തനം 73:25. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗ്ഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ. സത്യമാണ്. ആത്മാർത്ഥതയോടെ നെഞ്ചിൽ കൈവച്ച് പറയാമോ? നടക്കില്ല പ്രിയരെ, നടക്കില്ല. ഒരാൾക്കും പറയാൻ കഴിയില്ല. ഈ ലെവലിലേക്ക് നാം വന്നെങ്കിലേ നമ്മുടെ പിതാവ് സന്തോഷിക്കുന്നു. പിതാവ് തന്റെ പുത്രനെ അലിവ് കൂടാതെ നമുക്ക് വേണ്ടി തകർക്കാൻ ഏൽപ്പിച്ചു. വീണ്ടും ചോദിച്ചു ഗെത്സമനയിൽ വെച്ച്, കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റാമോ? എന്നിട്ടും ഒരലിവും കാണിക്കണം. മുഖം തിരിച്ചു. ആ അനുഗ്രഹം ജാതികളായ നമുക്ക് വരേണ്ടതിന് നാം ആ സ്വർഗീയ നിക്ഷേപം നമ്മുടെ മൺകൂടാരങ്ങളിൽ, ഈ മൺപാത്രത്തിൽ സ്വീകരിക്കേണ്ടതിന്, ആ അനുഗ്രഹ പൂർത്തിയിലേക്ക് നാം വരേണ്ടതിന്, നമുക്ക് വേണ്ടി ഒരുങ്ങുന്ന വാസസ്ഥലത്ത് നാം എത്തേണ്ടത്. എന്നിട്ടും നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എന്താ ഭാഷ പറയുന്നത്, ഈ ഭൂമിയിലെ തിളക്കങ്ങൾ, ഈ ഭൂമിയിലെ അതും ഇതും മറ്റതും, അങ്ങനെ ഒരു പ്രയോഗം പ്രയോഗിക്കാം. അപ്പൊ അതിനകത്ത് എല്ലാം വരുന്നത് അതും ഇതും, ഇതിനെല്ലാം വേണ്ടി നാം നമ്മുടെ സമയവും ആയുസ്സും കളഞ്ഞാൽ നമ്മെ പോലെ അധമർ വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? ഈ സദ്വർത്തമാനം കേട്ടിട്ട് ആ അനുഗ്രഹ പൂർത്തിയിലേക്ക് വരുവാൻ കഴിയാതെ വഴിയിൽ ഇടറിയാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു ദൈവരാജ്യം കാണുക, ദൈവരാജ്യം കാണുക പറഞ്ഞോ, ഒരു രാത്രി കൊണ്ട് കാലത്ത് പോയി. ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തിൽ കടക്കുക, അടുത്തത് അവകാശമാക്കണമെങ്കിൽ കുഞ്ഞേ തടസ്സങ്ങളുടെ ഗലാത്യലേഖനം 5-ാം അധ്യായം 19-20 വായിച്ചാട്ടെ. ദൈവരാജ്യം അവകാശമാക്കുക. അല്പം മുമ്പ് പറഞ്ഞു ഈ അനുഗ്രഹ പൂർത്തിയിലേക്ക് നാം വരണം. ദൈവരാജ്യം അവകാശമാക്കിയില്ലെങ്കിൽ പുതിയ
ചെയ്താൽ പ്രിയ സഹോദരി നമ്മുടെ കച്ചവടം മൊത്തക്കച്ചവടം നഷ്ടക്കച്ചവടമായി പോകും. ആ വായിക്കും. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, തിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, സ്വന്തപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെളിക്കൂട്ട് മുതലായവ എന്ന് വെളിവാകും. വെളിവാകുന്നുണ്ടല്ലോ. ഇതെല്ലാം വെളിവാകാറുണ്ടോ? നമുക്ക് ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വല്ല കാലത്തും വെളിപ്പെടാറുണ്ടോ സഹോദരങ്ങളെ? ഇതിനകത്ത് എല്ലാം നമ്മുടെ കയ്യിലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണാതിരിക്കുമോ? അത് വേണ്ട രീതിയിൽ വെളിപ്പെടുത്തില്ല. നാം എല്ലാം വളരെ ഡീസന്റ് ആണ്, അതുകൊണ്ട് ഇതൊന്നും വെളിപ്പെടുത്തില്ല. പക്ഷെ ഈ ചരക്കുകൾ അകത്ത് കാണും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. പിതാവേ, ഈ പറയപ്പെടുന്ന എനിക്ക് വേണ്ട രീതിയിലെ ആത്മീക സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല. ദൈവരാജ്യം അവകാശമാക്കുന്നവരുടെ ഗണത്തിലേക്ക് എനിക്ക് ചൂട് വെക്കാൻ കഴിയുന്നില്ല. ആ ആത്മീക ബലം എന്റെ മേൽ കടന്നു വരുന്നില്ല. തടസ്സങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്നാൽ സമൂഹത്തിന്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഡീസന്റ് ആണ്. അച്ചായനെ പോലെ സൗമ്യനും ഡീസന്റും ആരുമില്ലെന്ന് എല്ലാവരും സർട്ടിഫിക്കറ്റ് തരും. പക്ഷെ അച്ചായന്റെ ഉള്ളിൽ കോപമുണ്ട്, അച്ചായന്റെ ഉള്ളിൽ ദേഷ്യമുണ്ട്. എല്ലാവരും സർട്ടിഫിക്കറ്റ് തരുന്നതാ. ഇതുപോലെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല, പക്ഷെ അകത്ത് കോപമുണ്ട്. അത് ആരും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ വക വെളിവാകും. പ്രാർത്ഥിക്കണം. പിതാവേ, ഇതിൽ പറയുന്ന പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും എന്നിലുണ്ടോ? ഉണ്ടെങ്കിൽ വെളിപ്പെടണം. ഞാൻ ഒരു പ്രാർത്ഥിച്ചോളൂ. പിറ്റേ ദിവസം സാധനം വെളിപ്പെടും. ആ ഉപദേശിയുടെ അകത്ത് ഈ സാധനം പിറ്റേ ദിവസം വെളിപ്പെട്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓ, ഞാൻ ഈ ഉദ്ദേശിച്ച പോലെയല്ല ഈ സാധനം എന്റെ കൂടെയുണ്ട്. അതാണ് ഞാൻ ആഗ്രഹിച്ച നിലയിലേക്ക് മുന്നേറാൻ കഴിയാത്തത്. ഉടനെ പിന്നെ കരച്ചിലായി, വീഴ്ചയായി, വീട് കിടന്നു. ദൈവമേ, പിന്നെ ജലപാനമില്ല, ഭക്ഷണമില്ല. അങ്ങനെ അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. ഞാൻ ഈ ഉപവാസത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പാർട്ടിയായിട്ടോ, നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കും. അതിപ്പോഴല്ല, പിന്നെ. അപ്പോ അങ്ങനെ വരുമ്പോൾ പിന്നെ ഒന്നിനും പിന്നെ സുഖം വരില്ല. പിന്നെ എന്റെ പ്രിയനോട് ചേരാതെ കാര്യം നടക്കത്തില്ലല്ലോ. ഈ സ്വഭാവം വെച്ചോണ്ട് പ്രിയന്റെ കൂടെ പറ്റുമോ? ഈ മരുഭൂമി യാത്രയിൽ ഞാൻ ആരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്? പ്രിയന്റെ കൂടെ. പ്രിയൻ ഈ സ്വഭാവമാണോ? പ്രിയൻ പറയുന്നില്ല ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും രണ്ടും കൂടെ പറ്റുമോ? വായിച്ചേ, ആമോസ് 3:3 വായിച്ചേ. ആമോസ് 3:3. ആമോസ് 3:3. നമ്മുടെ നാട്ടിലത് പറ്റുമോ? ഒരുത്തം കിഴക്കോട്ട് വരുന്ന പടിഞ്ഞാട്ട് പോയ ഒത്തുപോകുന്ന പോക്കാണുള്ളത്. രണ്ടുപേർ തങ്ങളിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? എനിക്ക് ജഡസ്വഭാവം, പ്രിയൻ ആത്മസ്വഭാവി. ഞാനോ ജഡമയനായിരിക്കുന്നു. അവൻ പറയുന്നു ഞാൻ വിശുദ്ധനാകൊണ്ട് പ്രിയനെ നീയും എന്ത് ചെയ്യണം? പ്രിയനെ നല്ല പ്രിയെ, കാന്തയോടല്ലേ കാന്തം പറയുന്നത്, നീയും വിശുദ്ധിയിലേക്ക് വരണം. അപ്പൊ ഈ തടസ്സങ്ങൾ അകത്തിരിക്കുമ്പോൾ ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല, അത് പ്രോസസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഈ കാര്യത്തിന്റെ മേൽ ജയമെടുക്കണം. ഒരു കാര്യം അത് തീരുമ്പോ അടുത്തത് വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ടു വരുന്നതിനല്ല ഈ അടുത്തുകൊണ്ട് എഫേസ്യ ലേഖനം 5:5 കൂടെ വായിച്ചു. എഫേഷ്യൻസ് 5:5. എഫേസ്യ ലേഖനം 5:5. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിജയമാരാധിയായ എല്ലാവരും ശ്രദ്ധിക്കണേ. നല്ല മനോഹരമായ വാക്യമാണ്. എഫേസ്യ സഭയോടുള്ള വാക്യമാണ് ഇത്. ചങ്ങനാശ്ശേരി അതിരൂപതയോടോ വരാപ്പുഴ അതിരൂപതയോടോ അങ്കമാലി കൊച്ചി ഭദ്രാസനത്തോടോ അല്ല, എഫേസ്യ സഭയോട് തന്നെയാണ്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. എന്തോന്നാ വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി? ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. ഇവരെ അറിഞ്ഞിരുന്നില്ലല്ലോ. ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണല്ലേ? വിഗ്രഹാരാധന സ്വന്തത്തിൽ പോകും. നമ്മൾ കത്തോലിക്കലൊക്കെയാ, ഹിന്ദുക്കളൊക്കെ ഭയങ്കര വിഗ്രഹാരാധികൾ. നാം ആരും വിഗ്രഹാരാധികളല്ലെന്നാണ് ധരിച്ചിരുന്നത് അല്ലേ? ദ്രവ്യാഗ്രഹം എന്താണ് വായിച്ചത്? വിഗ്രഹാരാധി വായിക്കോ. ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. അപ്പൊ ദ്രവ്യാഗ്രഹം കൊണ്ട് ഇങ്ങനെ നെഞ്ചു തിരുമ്പി അത് വേണം ഇത് വേണം, അതും ഇതും എല്ലാം തിരുമ്പി നടക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കോ? വിളിച്ചാട്ടെ, ഞാൻ എന്തെങ്കിലും കൂട്ടി പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ വെക്കാം. ലേഖനം 3:8
5 കൂടെ വായിച്ചു. കൊലോസ്യൻസ് 3:5. ഒരു നിമിഷം. വിഗ്രഹാരാധനയായ അല്പം മുമ്പ് എന്താ വായിച്ചത്? ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. ഇവിടെ അത്യാഗ്രഹം എന്താണെന്ന് വായിച്ചത്? ഇതിനെല്ലാം ഒരു മറുപടി ഉണ്ടോ? അതിന്റെ ഒരു ക്യാപ്സ്യൂളുണ്ട്. ക്യാപ്സ്യൂൾ തരാം. അതാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യം. അതൊരു ക്യാപ്സ്യൂളാണ്. അത് കുട്ടിയാണ്. കഴിക്കാവുന്നവർ കഴിക്കുക. 6-ാം വാക്യം 5-ാം വാക്യം 13:5. വീണ്ടും പറയാണ് കൊലോസ്യൻകാരാ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. മനസ്സില്ലെങ്കിലോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് ഞാൻ ഈ മർത്തോമയൊക്കെ വിട്ട് പെന്തിക്കോസി വന്നത്. സംസാരിക്കണം. ഞാൻ എല്ലാം വിട്ടിറങ്ങി പെന്തിക്കോസിൽ വന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാ. പിന്നെ അവിടെ എന്താ പറയാന്നോ? ഇവിടെ വന്ന എന്തെങ്കിലും കുറച്ചും കൂടെ നിറയുമെന്ന് പറഞ്ഞിട്ടുള്ള ഞാനിങ്ങോട്ട് പോകുന്നത് ഉള്ളത് തൃപ്തിപ്പെടാൻ. നടക്കില്ല നടക്കുവച്ചാ ബുദ്ധിമുട്ടാ. വേണമെങ്കിൽ ഇപ്പൊ തിരിച്ചു പോകും. അതിനെ തിരിച്ചു പോവാം. പള്ളി തുറന്നാണ്. ഒന്നോട് വായിച്ചു. ടെൻഷൻ വരണമെന്നോ ഞാനൊരു ചെറിയ നർമ്മ കിട്ടുന്നത്. നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കട്ടെ. ഒടുവിൽ അങ്ങനെ പറയും, എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാ, ഈ വചനമാണ്. ഒത്തിരി കാലമായി ആശുപത്രിയിൽ ഒന്നും വേണ്ടായിരിക്കും. ഒന്നും വേണ്ടാതെ ഉള്ളതൊക്കെ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ദൈവരാജ്യം അവകാശമാക്കണം. ഞാൻ അതിന് ആ ഈട്ടിത്തടിയുടെ കസേര വിട്ട് ഇറങ്ങി വന്നത്. ഈട്ടിത്തടിയുടെ കസേരയായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ. അതെല്ലാം വിട്ട് ഇറങ്ങി പോകുന്നത് നല്ല ഫാനും കാറ്റും ഒക്കെ ആയിട്ട് നല്ല സുഖത്തിലിരുന്ന ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് ദൈവരാജ്യം അവകാശമാക്കാൻ. ഞാൻ ഈ ആയുസ്സിൽ പ്രത്യാശ വയ്ക്കുന്നവനല്ല, വരാൻ പോകുന്ന മഹിമകളെ ഓർത്ത് കാത്തിരിക്കുകയാണ്. അതിനാൽ നിങ്ങളെ ആഹ്വാനം ചെയ്യാൻ ഈ പട്ടണത്തിൽ വന്നത്. വേറെ ഒന്നും പറയാനില്ല. നാം നമ്മുടെ നടപ്പ് ക്രമീകരിക്കണം. നമ്മുടെ മോഹങ്ങൾ നമ്മെ നരകത്തിന്റെ കവാടം കാണിക്കും വേണ്ടി വന്നാൽ നമ്മുടെ അമ്മച്ചി, നമ്മുടെ വല്യമ്മച്ചി ഒന്നും മോഹിച്ചോളൂ. കൂട്ടായ്മ വിട്ടുപോയി. ഒരു ഒറ്റ കടിയായിരിക്കും കഴിച്ചോളൂ. 2 കടി കഴിച്ചു കാണോ? ചിലപ്പോ 1 കടിയായിരിക്കും കഴിച്ചു കാണത്തുള്ളൂ. ഒന്നിലധികം പ്രാവശ്യം കഴിച്ചോ എന്ന് എനിക്കറിയില്ല. എനിവേ, പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അന്യം നിന്നു. അവളെ നമ്മുടെ വല്യമ്മച്ചിയെ മോഹിപ്പിച്ച അതേ പുള്ളി ഇന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. ആ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വല്യമ്മച്ചിയെയും വല്യപ്പച്ചനെയും മോഹിപ്പിച്ച ആ കക്ഷിയുണ്ടല്ലോ, ആ പഴയ ഭാഗം, അന്ന് മുതൽ പുള്ളിയുടെ പണി തുടങ്ങിയതാണ്. അബ്രഹാമിനെ പുള്ളി കറക്കിയിട്ടുണ്ട്, ദാവീദിനെ കറക്കിയിട്ടുണ്ട്, സകല പുള്ളികളെ കറക്കി അവൻ ഇന്നും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പൊ വരുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ചാടിക്കേറി ക്യാച്ച് ചെയ്താൽ ഓക്കടി. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വായിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാകുന്നു. ആത്മാവിന്റെ സ്വരം കേൾക്കണം, തൊട്ടുപോകരുത്. സാത്താൻ ചിലപ്പോ പറയും അതിനെ ഉപദേശിച്ച് പ്രാർത്ഥിച്ച് കല്ലിനെ അപ്പമാക്കാൻ. ഈ കാലത്ത് ഉപദേശിമാരെല്ലാം കല്ലിട്ട് കളിച്ചോണ്ടിരിക്കുക അപ്പമാക്കാൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുക. അതെല്ലാം സ്വർഗം ചെയ്യും. വചനം പ്രമാണിക്കാൻ നാം തയ്യാറാകണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ദൈവരാജ്യം അവകാശമാക്കാൻ ഇറങ്ങുക. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുക. ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുക. ബാക്കി ദൈവം ചെയ്യും. ദൈവേഷ്ടം ചെയ്യാൻ നടക്കുന്നവന്റെ കാര്യം നോക്കാൻ പിതാവ് ഞാൻ തന്നെ വരുന്നാള്. നാം ദൈവേഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തയ്യാറായാൽ പിന്നെ സ്വർഗം നമ്മളെ ഹൈജാക്ക് ചെയ്യരുത്, നമ്മളെ കൊണ്ടുപോകരുത്, ദൈവം നടത്തുകയരുത്. ഇതൊരു മിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ്.
ഇത് കേൾക്കുന്നവർക്ക് കീർക്കാകുന്നു. നമ്മൾ ഇന്ന് രാവിലെ പറഞ്ഞ അച്ഛൻ്റെ പേരെന്താ? ലോകത്തെ പുള്ളിയുടെ മരുമക്കൾക്ക് ഇത് കീർക്കായിട്ടാണ് തോന്നിയത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ കീർക്കായിട്ട് തോന്നും. പക്ഷെ ഒരു ദിവസം മാറുകയില്ല. അത് കാഹളം ധരിക്കുമ്പോൾ കാഹളം ധരിക്കും. സംശയിക്കൊന്നും വേണ്ട, ധരിക്കും. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച നിലയിൽ നിന്നൊക്കെ ഒത്തിരി ഡീവിയേറ്റ് ചെയ്തെങ്കിലും അത് നിങ്ങൾക്ക് പ്രയോജനമാകും. രാവിലെ നാം ചിന്തിച്ചു, അവരെ അനുഗമിക്കാൻ നമുക്ക് പദ്ധതി ഉണ്ടെങ്കിൽ, പ്ലാൻ ഉണ്ടെങ്കിൽ, നാം നമ്മെ തന്നെ ത്യജിച്ചു നമുക്ക് വേണ്ടി കരുതുന്ന ആ രീതികൾ വിട്ടിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുത്ത് ഞാൻ ആത്മീകത്തിൽ വളരണം, ആത്മീകത്തിൽ മുന്നോട്ട് പോകണമെന്ന ആ വലിയ നിലയിലേക്ക് നമ്മുടെ ജീവിതവും കാര്യങ്ങളും മാറേണ്ടിയിരിക്കുന്നു. അതിനാണ് ഇത്രയും പറഞ്ഞത്. നാം ദൈവരാജ്യം കണ്ടു, ദൈവരാജ്യത്തിൽ കടന്നു. ആ ദൈവരാജ്യത്തിന്റെ സകല അനുഗ്രഹങ്ങളും, ദൈവരാജ്യം പറയുന്ന എല്ലാ മഹിമകളും അവകാശമാക്കണം. ആ അവകാശമാക്കുന്നവരാണ് തലയോളം വളരുന്നത്, ആ തികവിൽ നിന്ന് തികവിലേക്ക് വരുന്നത്. അവരാണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത്, അവരാണ് ജീവന്റെ സമൃദ്ധി പ്രാപിക്കുന്നത്, അവരാണ് കൃപയുടെ സമൃദ്ധി പ്രാപിക്കുന്നത്, അവരാണ് അതേ പൃഥ്വിയായി സെയിം ഇമേജായി മാറുന്നത്, അവരാണ് സ്വർഗീയ നിക്ഷേപമുള്ളത്. ഇതിനായിട്ടല്ലോ അവൻ നമ്മെ തന്റെ സുവിശേഷ നിമിത്തം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഒരു പ്രിയ സ്നേഹിതൻ എന്റെ ദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് വിശ്വാസത്തിൽ വന്നൊരു സഹോദരൻ, അദ്ദേഹം പറയാണ്, കർത്താവിനെ അനുഗ്രഹിച്ചത്, ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം തുല്യ സമയങ്ങളിലാണ് വിശ്വാസത്തിൽ വന്നത്. അദ്ദേഹത്തിന് ഒരു ചായ കുടിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. എന്നെ സംബന്ധിച്ച് 2-3 ചായ കുടിക്കായിരുന്നു. അതുപോലെ കാര്യങ്ങൾ കയ്യിൽ ഈ ചില്ലറ ഉള്ള കാലത്താണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങളെല്ലാം തകിടമാണ്. സുവിശേഷ നിമിത്തമുള്ള യാത്രയിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. സകലതും കൈമോശം വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം എന്റെ ആ സ്നേഹിതൻ, ആ പഴയ സ്നേഹിതൻ ഇന്ന് ഇട്ട് മൂടാനുള്ളതുപോലെ പുള്ളിയുടെ കയ്യിലെത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ഒരേ സമയം ഒരേ പായിൽ നിന്ന് സാക്ഷി പറഞ്ഞ എങ്ങനെ പറയണം? രണ്ടുപേരും 1 മാസത്തെ ഗ്യാപ്പില സഹോദരങ്ങളിൽ വന്നത്. അന്ന് ഞാൻ ലക്ഷങ്ങളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായി. ഇന്ന് എനിക്ക് പറയാനുള്ളത് വായിച്ചട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. ഫിലിപ്പീൻസ് 1:12. വായിക്കുന്ന ബ്രദറെ മുൻപോട്ട് കയറി വിളിച്ചോണ്ട് ഇവിടോട്ട് വന്നിരുന്നാൽ സഹായമായി സൗകര്യമാരും. ഫിലിപ്പിയ ലേഖനം 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്ക് ഭവിച്ചത്, റോമൻ കാരാഗൃഹത്തിൽ കിടന്ന് പ്രിയനായ പൗലോസ് ഫിലിപ്പിനോട് പറയാണ്, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ സംഭവിച്ചത്. ഏകദേശം AD 61 എഴുതിയ ഈ ചങ്ങലയും ഈ തകർച്ചകളും ഈ ഉപദ്രവവും ഈ ഞെരുക്കവും ഈ പട്ടിണിയും ഈ കപ്പച്ഛേദവും കരയിലെ സകല യാവത്തുകളും എന്തിനായി ഭവിച്ചു? എന്തിനായി ഭവിച്ചെന്നാ വായിച്ചേ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് കാരണമായി. വ്യക്തിപരമായി പേഴ്സണലി എനിക്ക് അഭിവൃദ്ധിയൊന്നും വന്നില്ലെങ്കിലും ഞാൻ മൂലം ദൈവസഭയ്ക്ക് അഭിവൃദ്ധി വന്നു. ഹല്ലേലൂയ! എനിക്ക് തന്റെ ഇടത്തോടെ പറയാം, എന്ത് ചോർന്നെന്ന് പറഞ്ഞാലും അത് ഈ പോക്കറ്റിലിരിക്കുന്ന കുറെ 100-ന്റെ നോട്ടുകളോ അത് കടലാസാ, ശരിക്കും പറഞ്ഞാൽ അത് മണ്ണ, അതാ ചോർന്നു പോയിട്ടുള്ളൂ. പക്ഷെ സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ എന്റെ പിതാവ് എന്നെ സമ്പന്നനാക്കി. ഇന്നലെ മുതൽ വാരി വിതറിയല്ലേ, തരികയല്ലേ നിങ്ങൾക്ക്? ഇന്നലെ മുതൽ നിങ്ങൾക്ക് തരുന്ന കണ്ടില്ലേ? ആ സ്വർഗീയ സമ്പന്നതയിൽ നിന്നാ തരുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പോക്കറ്റ് നിറയെ എനിക്കും തന്നിട്ടുണ്ട്. അദ്ദേഹം ചില്ലറ ഇട്ടുകൂടാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ദൈവം അനുഗ്രഹിച്ചതാണ്. അതെന്തോന്ന് ദൈവമാണ്. ആത്മീകത്തിൽ ഒരുവരെ 0 ആക്കിയിട്ട് ഭൗതികത്തിൽ അനുഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ദൈവത്തെ നമുക്ക് പരിചയമുണ്ടോ? ഉണ്ടോ? അതെന്തോന്ന് ദൈവമായി പിടികിട്ടുന്നില്ല. അദ്ദേഹം തറപ്പിച്ചുറപ്പിച്ച് അദ്ദേഹം മാത്രമല്ല ഞങ്ങളുമായി ബന്ധമുള്ള സകലരും പറയുന്നത് ദൈവം അനുഗ്രഹിച്ചാണ്. അതിപ്പോ നമ്മളത്
കാണും. വേഗം ഞാനത് തുറന്നു നോക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ചതാണോ? സാധാരണഗതിയിൽ നമ്മുടെ ഇടയിലുള്ള ഒരു സങ്കല്പം, വഴി വിട്ട് പോയാലും, ഒത്തിരി റൂട്ടൊക്കെ വിട്ട് പലരും പോകുന്നുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, അങ്ങനെ റൂട്ടൊക്കെ വിട്ട് പോയാലും നമ്മൾ ചാപ്പാടൊക്കെ അടിക്കും, കഞ്ഞിയൊക്കെ കുടിക്കും, കാറ് മാറും, മക്കൾ അമേരിക്കയിൽ പോകും, പിന്നെ അവിടെ നിന്ന് വേറെ വഴിയായി കറങ്ങിയൊക്കെ വരും. ഇതെല്ലാം നടക്കുമ്പോൾ നമ്മുടെ വിചാരം ദൈവം അനുഗ്രഹിക്കുകയാണ്. അതിന് നല്ലൊരു വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു. ജോഷുവ 5:12 5:12 വായിച്ചു. ഈ യോശുവയുടെ പുസ്തകം ഓർക്കണം. ദീർഘവർഷങ്ങൾക്ക് പിറകിൽ ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് മരുഭൂമി വഴിയായി ജനത്തെ കൊണ്ടുവന്നു. അങ്ങനെ വന്ന് മോശയിടയ്ക്ക് മരിച്ചുപോയി. മോശയ്ക്ക് ശേഷം യോശുവ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ രംഗത്ത് വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ അവർ ഈ ദേശത്ത് വന്ന് കനാൻ ദേശത്തെ അവകാശമാക്കി. ആ കനാൻ ദേശത്ത് അവർ കൃഷി ആരംഭിച്ചു. ഇനി വായിച്ചാൽ വലിയൊരു മർമ്മമുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തിനകത്തുണ്ട്. ഓർക്കണം, ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ ഗൗരവതരമായ ഒരു അധ്യായം പുറപ്പാട് പുസ്തകത്തിലുണ്ട്, 32-ാം അധ്യായം. അത് സ്വർഗത്തിലെ ദൈവത്തെ ഇസ്രായേൽ അതിനു മുമ്പും പിമ്പും ഇതുപോലെ കോപിപ്പിച്ചിട്ടുണ്ടാകില്ല. താഴ്വരയിൽ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ജീവനുള്ള ദൈവത്തെ അപമാനിച്ച ജനം, അവർ ദൈവത്തെ നിന്ദിച്ച ജനം, ദൈവത്തിന്റെ പ്രമാണം വിട്ട് വഴിമാറിയ ജനം, അങ്ങനെ ദൈവത്തെ കോപിപ്പിച്ച ഇസ്രായേലിന് ദൈവം അവിടെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പാഠം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വഴിയിലെല്ലാം അവർ ദൈവത്തോട് മറുത്തു, ദൈവത്തോട് മത്സരിച്ചു. എങ്കിലും നമ്മളിപ്പോൾ വായിച്ചതാണ്, ഈ കനാൻ ദേശത്ത് വരുന്നത് വരെ അവർക്ക് മന്ന ദൈവം ചെയ്തു. വഴിയിൽ വഴിമാറി ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നും ദൈവത്തിന്റെ ഹിതത്തിൽ നിന്നും ഇസ്രായേൽ മാറിയപ്പോഴും മന്ന നിന്നില്ല എന്ന് കരുതി മന്ന നിന്നില്ലെന്ന് കരുതി 106-ാം സങ്കീർത്തനം 15-ാം വാക്യം അണ്ടർലൈൻ ചെയ്തോ. 106-ാം സങ്കീർത്തനം 15-ാം വാക്യം, Psalms 106 verse 15. ഈ ഭാഗങ്ങൾ വായിക്കുന്നത് ഒരു ഗൗരവമായ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. ഇത് ന്യൂക്ലിയർ ബോംബാണോ, ആറ്റം ബോംബാണോ, ഹൈഡ്രജൻ ബോംബാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ വാക്യം, ഈ പറയപ്പെട്ട പഴയ നിയമ ഇസ്രായേൽ, അതാണ് അവർ അപേക്ഷിച്ചത്. ദാവീദ് പറയുന്നു അപേക്ഷിച്ചത്. വളരെ മനോഹരമായ ഒരു പദമാണ് യൂസ് ചെയ്യുന്നത്, അപേക്ഷിച്ചത്. ശരിക്കും പഠനം പഠിച്ചാൽ അപേക്ഷയൊന്നുമല്ല, പിറുപിറുപ്പാണ്. അവർ അപേക്ഷിച്ചതൊക്കെ അവർക്ക് കൊടുത്തു. യഹോവയായ ദൈവം, വലിയവനായ ദൈവം അവരുടെ അപേക്ഷ കേട്ടൊക്കെയും അവർക്ക് കൊടുത്തു. അടുത്ത വാക്ക്, അടുത്ത ലൈൻ തുടങ്ങുന്നതിന് മുമ്പ് ആ 2 ലൈനിനെ കൂട്ടിമുട്ടിക്കുന്ന ഒരു വാക്കുണ്ട്, എങ്കിലും. വായിച്ചട്ടെ. വചനം വായിക്കുമ്പോൾ നിങ്ങൾ നല്ല പുഷ്ടിയിൽ വായിക്കുക, അതിന് ശക്തിയുണ്ട്. പ്രസംഗിക്കുന്ന ആളോട് ചേർന്ന് നിന്ന് അതേ ആത്മാവിൽ അഭിഷേകത്തിൽ നിങ്ങൾ പറയുമ്പോൾ അത് കേൾവിക്കാരുടെ ഉള്ളിലൊന്ന് തട്ടും. ഇതാണ് നമ്മുടെ പഴയ സമ്പ്രദായം. ഓക്കെ, അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു. എങ്കിലും അവർ അപേക്ഷിച്ചതൊക്കെയും കൊടുത്തു. അവരുടെ പ്രാണന് ക്ഷയമഴിച്ചു. എന്ത് കിട്ടിയിട്ടെന്ത് കാര്യം? ഇട്ട് മൂടാൻ കിട്ടി, എന്ത് കാര്യം? നമ്മുടെ അപേക്ഷകൾ ഈ ദിവസങ്ങളിൽ നിന്ന് റെക്കോർഡ് ചെയ്യും. മൊബൈലുണ്ടല്ലോ എല്ലാവർക്കും, കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അടുത്ത ആഴ്ചയിൽ അതൊന്ന് ഓൺ ചെയ്ത് കേട്ട് നോക്കണം. ഈ ഇസ്രായേൽ അപേക്ഷിക്കുന്നത് പോലെയാണോ നമ്മുടെ അപേക്ഷയും? ഈരുള്ളി, ചിറ്റുള്ളി, വെള്ളുള്ളി, മത്തങ്ങ, കുമ്പളങ്ങ ഇതൊക്കെയാണോ നമ്മളും അപേക്ഷിക്കുന്നത്? അങ്ങനെയൊക്കെയല്ലേ അവർ അപേക്ഷിച്ചത്? വായിച്ചോട്ടെ. അവർ
അവനവർക്ക് കൊടുത്തു. അവർ അപേക്ഷിച്ചതൊക്കെയും, ഒരു വാക്കുപോലും വിടരുത്, അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു. അവിടെ നിൽക്കട്ടെ. എങ്കിലും ഇനി ഇതെവിടെയാ പൂരിപ്പിക്കേണ്ടതെന്ന് അറിയാമോ? 1 കൊരിന്ത്യർ 10-5 എങ്കിലും വെളിച്ചോടോടെ തിരിക്കുന്നവർക്കെല്ലാം വായിക്കാൻ കേട്ടോ. കേട്ടോ, നമ്മൾ 106 സങ്കീർത്തനം 15 വാക്യത്തിൽ വായിച്ചു, അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു. എങ്കിലും എങ്കിലും പൂരിപ്പിക്കാൻ പോവാ. എങ്കിലും അവരിൽ മിക്കപേരിലും അവരിൽ ഈ അപേക്ഷിച്ച പാർട്ടികളിൽ മിക്കപേരിലും ദൈവം പ്രസാദിക്കാത്ത ജീവിതം ജീവിച്ചിട്ട് എന്ത് കാര്യം സഹോദരി സഹോദരന്മാരെ? എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന്. ആര് തള്ളിയിട്ടെന്ന്? സാധാരണ അവരെ മരുഭൂമിയിൽ വഴിയാത്രയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. അറിയാത്തവരാരെങ്കിലും കൊണ്ട് യാത്രയ്ക്കാട്ടോ. സകലതും കിട്ടിയ പുള്ളികൾ ഇട്ട് മൂടാൻ കിട്ടി. ദൈവം തന്നു അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ പാർട്ടികളെയെല്ലാം പ്രമാണത്തിൽ നിൽക്കാത്തത് കൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തത് കൊണ്ട്, ജഡത്തിനും മനോവികാരത്തിനും അടിമയായി തന്നിഷ്ടത്തിൽ ജീവിച്ചത് കൊണ്ട്, ദ്രവ്യാഗ്രഹഭാഗത്ത് കയറിയതുകൊണ്ട് വായിച്ചിട്ട് പറയാം. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ആർക്ക്? നമുക്ക് ദൃഷ്ടാന്തം. പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പുതിയ നിയമത്തിന്റെ താളിൽ എഴുതണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ബോധമില്ലേ? കാര്യമില്ലാതെ എടുത്തെഴുതുമോ? കേട്ടോ, ഈ വചനങ്ങൾ ക്രോഡീകരിച്ചു വന്നാണ്ടോ? അവർ അപേക്ഷിച്ചതൊക്കെയും അവരവർക്ക് കൊടുത്തു, എങ്കിലും അവനവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇത് നമുക്ക് ദൃഷ്ടാന്തത്തിനായി, ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അവർ മോഹിച്ചതുപോലെ അവർ ആരായിരുന്നു? അവർ ദുർമോഹികളായിരുന്നു. അവർ മോഹിച്ചതുപോലെ കാണുന്നതും കേൾക്കുന്നതിനെ എല്ലാം സ്വപ്നം കാണുന്നത് ഇന്ന് രാത്രി അവസാനിപ്പിച്ചോ? അതെല്ലാം നിനക്ക് കണിയും കെണിയും കുടുക്കുമായിട്ട് മാറും. ഉള്ളതുകൊണ്ട് പുതിയ നിയമസഭയിലെ പ്രവാചകൻ ഈ രാത്രി നിങ്ങളോട് സംസാരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അഭിഷേകതയിൽ തലയിൽ വീണവൻ, ജാഗ്രത, ആരും ഞെളിയരുത്. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാത്ത വലിയവനായ ദൈവം നമ്മെ ആദരിച്ച് തന്റെ കുടുംബത്തിൽ കൊണ്ടുവന്നു. അത് വഴിയിൽ മോഹിക്കാനല്ല, അബ്രഹാമിനോ ഇസഹാക്കിനോ യാക്കോബിനോ സ്വപ്നം കാണാൻ കഴിയാത്ത പുതിയ യെരൂശലേമിന്റെ തെരുവ് നമുക്ക് വേണ്ടി. പഠനം ഇങ്ങോട്ടൊന്നും കയറിയില്ലെന്നേ ഉള്ളൂ. അതൊന്നും അറിയാത്തവന്മാരെ വന്നു നിന്ന് അബ്രഹാമിന്റെ കോഴിയെ നിനക്ക് തരാമെന്ന് പറയുന്നത്. അബ്രഹാമിന്റെ കോഴിയൊന്നും ഇവിടെ വേണ്ട. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് അബ്രഹാമിനുള്ള. നമ്മെ സംബന്ധിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവ കുടുംബത്തിൽ അംഗമായിരിക്കുന്നത് ഈ മോഹം മോഹിക്കാനല്ല. നമ്മുടെ മോഹം മുഴുവനും പ്രിയനോടായിരിക്കട്ടെ. എന്റെ പ്രിയൻ 10,000 പേർകളിൽ പരമസുന്ദരൻ. എനിക്ക് മോഹിക്കാൻ എന്റെ പ്രിയനുണ്ട്. അവൻ വെണ്ണയും ചുവപ്പുമുള്ളവൻ, അവൻ ആരിലും വലിയവൻ, അവൻ സർവാംഗ സുന്ദരൻ. വേറെ മോഹം വേണോ? അവനെ മടുത്തോ? നിങ്ങൾക്ക് അവനെ മടുത്തോ? കർത്താവായ യേശു പറയുന്നു, അവർ അപേക്ഷിച്ചതൊക്കെയും അവനവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമേറ്റു. അതുകൊണ്ട് യേശു ഈ രാത്രിയിൽ പറയുന്നു, വീണ്ടും വായിക്കാം, ലൂക്കോസ് 12:15. ലൂക്കോസ് 12:15. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു. ഒരുതരം സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന ആഹാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. നല്ല വാക്യം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു. എത്ര പ്രാവശ്യം വായിച്ചത്? പല സ്ഥലങ്ങളിൽ നിന്നും പല ദിക്കുകളിൽ നിന്നും എടുത്തെടുത്ത് വായിച്ചു.
ഇതെല്ലാം ഞാൻ മനഃപൂർവ്വം പ്രസംഗിക്കാൻ വന്നതല്ല. എന്നാൽ ഇതൊരു ഐഡിയ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ വന്ന വാക്കുകളിലെല്ലാം ഇതെല്ലാം വരുന്നു. നമ്മെ അറിയുന്ന നമ്മുടെ പിതാവ് രാത്രി വചനം വെളിപ്പെടുത്തുകയാണ്. വായിച്ചാണ് ഒരുവന് സമൃദ്ധി ഉണ്ടായാലും ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഭൗതികമായി അനുഗ്രഹിച്ചു, ഇട്ടുമൂടാനുണ്ട് എന്ന് പറഞ്ഞു വീമ്പളക്കരുത്. ഉള്ള സ്ഥാവര ജംഗമ വസ്തുക്കളൊന്നുമല്ല പ്രാണനാധാരമായിരിക്കുന്നത്. വസ്തുവകയല്ല. 15-ാം വാക്യം കൂടെ വായിച്ചു. 15-ലെ വായിച്ച് 21-ാം വാക്യം കൂടെ വായിച്ചാണ്. ദൈവമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇങ്ങനെയാകും. നാം ദൈവവിഷയമായി ആത്മീക സമ്പന്നതയിലേക്ക് കടന്നു വരാതെ ലോകപ്രകാരം നിക്ഷേപിച്ച നിക്ഷേപങ്ങളുടെ രസീത് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ രസീത് നിന്നെ ഒരു ദിവസം വലിച്ചു കീറും. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തനിക്ക് വേണ്ടി തന്നെ മുൻനിർത്തിയത് ഇന്നലെ രാവിലെ നമ്മൾ പറയുക. തനിക്ക് വേണ്ടി മാത്രം, വേറെ ആർക്കും വേണ്ടിയല്ല. ലോകത്തെ മോഹിക്കാനല്ല നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലോകത്തെ സ്നേഹിക്കാനല്ല. ലോകത്തിന്റെ കാര്യങ്ങളെ കാണുമ്പോൾ ഇളകാനും അറിയുവാനുമല്ല. ഉന്നതമായ വിളി തന്നെ പോലെ ആകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. അതാണ് ആത്മീക സമ്പന്നത കാണിക്കുന്നത്. ദൈവവിഷയമായി നാം സമ്പന്നരാകണം. മത്തായി 16:26-27. മാത്യു 16:26-27. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്ത് മറുപടി കൊടുക്കും? ഒന്നുകൂടെ വായിച്ചാൽ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും. കേട്ടോ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കൂട്ടാൻ വേണമെങ്കിൽ രക്ഷിക്കപ്പെട്ടു, ജസ്റ്റ് രക്ഷിക്കപ്പെട്ടു, 210 മാർക്ക് കിട്ടി എന്ന് പറയാൻ രക്ഷിക്കപ്പെട്ടതിന് ഞാൻ സാധാരണ പറയുന്നതാണ് 210 മാർക്ക് ജയിച്ചു. വേറെ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം നടന്നില്ല. പിന്നെ പുസ്തകം പോലും തുറന്നില്ല. വേണ്ട വിധത്തിൽ പിന്നെ സമയം കിട്ടിയില്ല. ഒരു കാര്യം രക്ഷിക്കപ്പെട്ടല്ലോ, പേര് പുസ്തകത്തിൽ എഴുതിയല്ലോ. തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ഈ നൂൽപ്പാലത്തിലുള്ള കളിയാണ്. ആത്മീക സമ്പന്നതയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടെങ്കിൽ, വചനത്തിന്റെ തെളിവ് നമ്മിലുണ്ടെങ്കിൽ, അബദ്ധങ്ങളുടെ വഴി, ഉപദേശ പെശകുകളുടെ വഴി അതൊക്കെ നമുക്ക് തെളിയും. 210 വല്ലതും തെളിയോ? ജസ്റ്റ് 210 അവൻ തെക്കോട്ടും വടക്കോട്ടും അവിടെ ഒരു പ്രസംഗം കേട്ടു. കേട്ടോ, അവിടെ ഒരു പ്രസംഗം കേട്ടു. 10 അടിപ്പാലത്ത് കേട്ടു, 20 അടിപ്പാലത്ത് കേട്ടു, 90 അടിപ്പാലത്ത് കേട്ടു, 100 അടിപ്പാലത്തും കേട്ടു. എല്ലാ അടിപ്പാലത്തും പോയി പ്രസംഗം കേട്ടു. ഒടുവിൽ എന്തായി? എല്ലാം. ഈ ആത്മീക സമ്പന്നതയിൽ വന്നാൽ ആ നെല്ലും പതിനും തിരിക്കാൻ കഴിയും. സാമാന്യം വിശുദ്ധവും തിരിക്കണമെങ്കിൽ ഈ ആത്മീക സമ്പന്നതയിലേക്ക് നാം വരണം. അപ്പോഴാണ് അബ്രഹാമിന്റെ സമ്പന്നതയൊക്കെ പറഞ്ഞു വരുമ്പോ എന്റെ പ്രിയ പൊന്നു പ്രിയ 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 ഉപദേശി, ഞാൻ അതിൽ വലിയ പുള്ളിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ ഏറ്റവും വലിയ യോഹന്നാനാണ്. ആ യോഹന്നാനേക്കാൾ ഞാൻ വലിയ അഭിമാനിയാണ്. ഞാൻ ദൈവ കുടുംബത്തിലെ അംഗമാണ്. അബ്രഹാം ദൈവ കുടുംബത്തിലെ അംഗമല്ല. അബ്രഹാം വീണ്ടും ജനിച്ചവനല്ല. തർക്കമുണ്ടോ? തർക്കമുണ്ടെ പിന്നെ തെളിയിപ്പിക്കും. ദൈവ കുടുംബത്തിൽ വീണ്ടും ജനിക്കാൻ ദൈവ കുടുംബത്തിലെ മെമ്പർഷിപ്പ് ആ സ്ലിപ്പ് എഴുതി തുടങ്ങിയത് മാളികമുറി മുതലാണ്. അതിൽ വാക്യങ്ങൾ കിടക്കുന്നു നല്ല തെളിവായി. മാളികമുറിയിലാണ് അത് ആരംഭിക്കുന്നത്. ദൈവരാജ്യം അതുവരെ സമീപിച്ച് എന്തെന്ന് യേശു പ്രസംഗിച്ചത്, അല്ലെങ്കിൽ യോഹന്നാൻ പ്രസംഗിച്ചത്, ദൈവരാജ്യം സമീപിച്ചിട്ടേ ഉള്ളൂ. സമീപിച്ചിരിക്കുന്നു. അതിൽ പ്രവേശിക്കണമോ? മാനം തിരിയുക, മാനസാന്തരപ്പെടുക. ഇതായിരുന്നു അന്നത്തെ പ്രസംഗം. ദൈവരാജ്യം മാളികമുറിയിൽ അതിന്റെ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ടു. വിത്ത് വന്നു, സ്വർഗത്തിൽ നിന്ന് വിത്ത് വന്നു. അവിടെ ആ വിത്തകത്ത് കയറി. ആ വിത്തക് കയറിയപ്പോൾ ഇന്നലെ കസര ചോദിച്ച പത്രോസിന് എഴുന്നേറ്റ് പറയുന്ന പറച്ചില് കേട്ടോ. ഇന്നലെ അവൻ എന്താ ചോദിച്ചേ? കർത്താവേ എന്നാ കസര കിട്ടുന്നത്? ആ യോഹന്നാൻ യാക്കോബാ ചോദിച്ചത്. എന്ത് കിട്ടുന്നു, എപ്പോഴാ കസര കിട്ടിയിരുന്നത്? ഈ വിത്തകത്തേക്ക് വന്ന് കയറിയപ്പോ നിറം മാറിയില്ലേ, സ്വഭാവം മാറിയില്ലേ, ഉശിര് കണ്ടോ? എന്താ ഉശിര്? നേരെ മാർച്ച് ചെയ്ത് ചെല്ലുകയല്ലേ. എവിടോട്ട്? യെരുശലേം ദേവാലയത്തിലേക്ക്. അന്നാസ് കയ്യാപ്പോ അവിടെ തൊപ്പി പപ്പാസൊക്കെ വെച്ച് ഇരിക്കുക. അങ്ങോട്ട് ചെല്ലുകയല്ലേ.
എന്നിട്ടല്ലേ അങ്ങ് പ്രസംഗിക്കുന്നത് സുവിശേഷം. വിത്തകത്ത് വരണം പ്രിയരെ. ഈ വിത്തങ്ങ് അകത്ത് വന്നാൽ പിന്നെ വേറെ ചിന്തയൊന്നും വരത്തില്ല. അത് പറയാൻ ഈ കടത്തി കൊണ്ടുവരുന്നത്. ഇത് അങ്ങ് അകത്തേക്ക് വരണം. ഇന്ന് ജനം ഇമോഷണലി പെന്തിക്കോസിലേക്ക് വരുന്നു. വീണ്ടും ജനിക്കുന്നില്ല. മോഹങ്ങൾ, അകം മുഴുവൻ 100 മോഹങ്ങൾ. ആ മോഹങ്ങളുടെ താരോലിക്കലുമായി താരോലിച്ചകത്ത് വരുന്നു. അങ്ങനെ അവിടെ കൺവെൻഷന് പോകുന്നു, ഇവിടെ അതിന് പോകുന്നു. അപ്പൊ അവിടെ ഇതെല്ലാം അറിയാവുന്ന സാത്താനവന്റെ ഏജന്റുമാരെ, കള്ളപ്രവാചകന്മാരെ അയക്കുന്നു. പറയുന്നതെല്ലാം ഒത്തുവരും. ഇരിക്കുന്നത് നിർമ്മലയല്ലേ? ആ കറുത്ത ഷാളിട്ടിരിക്കുന്നത് എത്ര കറക്റ്റ്. കറുത്ത ഷാള നിർമ്മലയാണ്. ഈ സൈഡിൽ ഒരു ചെറിയ മറിയില്ലേ? എന്റെ ദൈവമേ, എന്ത് കറക്റ്റ്. ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെയാണ്. അവരുടെ വഞ്ചനയുടെ ആത്മാവ് ഏതെന്ന് തിരിച്ചറിയണം. വഞ്ചനയുടെ ആത്മാവ് ചുറ്റിക്കടങ്ങുന്നു. ജനത്തിന്റെ ബിരുദ തെറ്റിക്കാൻ ഓട്ടക്കളത്തിൽ ഇറങ്ങി നിന്ന് ഓടുന്ന പ്രിയരുടെ, ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരുടെ ബിരുദ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രാത്രി പ്രവചന സ്വരത്തിൽ പറയുന്നു, സൂക്ഷിക്കുക. കാണുന്ന ആത്മാവെല്ലാം ദൈവത്തിന്റെ ആത്മാവല്ല. അന്യഭാഷ പറഞ്ഞതെല്ലാം ദൈവത്തിന്റെ ആത്മാവല്ല. അതിനെ എങ്ങനെ തിരിച്ചറിയാം? വളരെ നല്ല നിലയിൽ പഠിച്ചോ, കാര്യങ്ങൾ ഗ്രഹിക്കാം. ഞാനും ഇന്നലെ വരെ കള്ള ആത്മാക്കൾക്കും കള്ള പ്രവാചകന്മാർക്കും അടിമയായിരുന്നു. ഞാൻ വേറെ എങ്ങോട്ടും വന്ന പാർട്ടിയല്ല, ഞാൻ ഇതിനെല്ലാം അടിമയായിരുന്നു. അതുകൊണ്ടല്ലേ കിടന്നവനെ രാപ്പനി. ഇതിനകത്തെല്ലാം കിടന്ന് അത് കിട്ടും, ഇത് കിട്ടും, ഇതെല്ലാം കേട്ട അതിനു വേണ്ടി നോക്കി പാർന്ന് കറങ്ങി കിറങ്ങി ഒക്കെ നടന്ന മനുഷ്യനാ ഞാൻ. എന്നാൽ എന്റെ ദൈവം എന്റെ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിലോ മർത്തോമക്കാരൻ വയാ പെന്തിക്കോസ് നരകത്തിലേക്ക്. ആരും ചിരിക്കൊന്നും വേണ്ട, പൂർണ്ണമായ സത്യം തന്നെയാ പറഞ്ഞത്. നേരെ മർത്തോമ വഴി നരകമുണ്ട് ഞങ്ങൾക്ക് പോവാൻ. പിന്നെ വയാ പെന്തിക്കോസ് വേണോ നരകത്തിലേക്ക്? ആയിരങ്ങൾ 10,000 നരകത്തെ പുൽകാൻ പെന്തിക്കോസിൽ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു. വീണ്ടും ജനനത്തിന്റെ പ്രസംഗങ്ങളില്ല. ക്രിസ്തീയ ജീവിതത്തിലെ യാത്രയെ കുറിച്ച് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ വരുന്നില്ല. ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ വായിച്ചാട്ടെ, ലൂക്കോസ് 14:26-27, ലൂക്ക് 14:36-27, again 33. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പറിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും തനിക്കുള്ളത് ശകലം ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. നമ്മൾ എന്തിനാ ഇറങ്ങി? അവിടെ 33 വാക്യങ്ങളെ വായിച്ചത്. 33 ഉപ്പ് നല്ല 33 വായിച്ചത്. അങ്ങനെ തന്നെ നിങ്ങൾ ആരെങ്കിലും 26-27 വായിച്ചാലോ? എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പറിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കേട്ടോ, ഇതാ ക്രിസ്തീയ ജീവിതം. ഈ ക്രൂശ്, യേശു പറയുന്ന ക്രൂശ്, ഇത് കരഞ്ഞുകൊണ്ടല്ല പോകേണ്ടത്. ഈ ക്രൂശ് എടുത്തുകൊണ്ട് പിന്നെ എങ്ങനെയാ? ഇത് അടുത്ത പഠിപ്പിക്കൽ വേറെ വരും. അത് റബേക്ക ഇസഹാക്കിനെ തേടിപ്പോയി യാത്രയുണ്ട്. തേടിപ്പോല്ല, റബേക്കയെ കൂട്ടി ഇസഹാക്കിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരു യാത്രയൊക്കെ ഉണ്ട്. അതെല്ലാം പഠിക്കണം. അതെല്ലാം പഠിക്കുമ്പോഴാണ് യോഹന്നാൻ 14-16 ഒക്കെ പഠിക്കുന്നത്. അതെല്ലാം പഠിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെയുള്ള ജീവജല നദിയെ കുറിച്ചുള്ള പഠനം വരണം. അപ്പൊ ഈ ക്രൂശ് എടുത്തുകൊണ്ട് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ പോകുമ്പോൾ അവൻ പോകുന്നത് ഏതിലാ? പരിശുദ്ധാത്മാവിന്റെ നദിയിലൂടെയാണ് പോകുന്നത്. നദി വെളിപ്പെടണം. അത് വെളിപ്പെടാത്തത് കൊണ്ടാണ് നിരാശ, അത് വെളിപ്പെടാത്തത് കൊണ്ടാണ് ക്ഷീണം, അത് വെളിപ്പെടാത്തത് കൊണ്ടാണ് ആലസ്യം.
ആ നദി വെളിപ്പെടാത്തത് കൊണ്ടാണ് മോഹങ്ങൾ വരുന്നത്. ആ മോഹങ്ങൾ നമ്മെ മരുഭൂമിയിൽ പട്ടുപോകുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ആയതുകൊണ്ട് യേശു പറയുന്നു, ഒരുവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ നിന്റെ സ്വയത്തെ ത്യജിക്കണം. സഹോദരങ്ങളെ, തെറ്റുപറ്റരുത്. രക്ഷ ദാനമാണ്. രക്ഷ കുഞ്ഞാണിന്റെ പക്ഷവേദമാണ്. രക്ഷ പക്ഷവേദമാണ്. നമ്മുടെ സ്വയത്തെ ക്രൂശിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ രക്ഷയിലൂടെ നമുക്ക് നടക്കാൻ കഴിയും. നമ്മുടെ സ്വയവും രക്ഷയും രണ്ടും മാറ്റിയത് പോകത്തില്ല. നമ്മുടെ ഇഷ്ടവും നമ്മെ രക്ഷിച്ചവന്റെ ഇഷ്ടവും രണ്ടും കൂടെ പൊരുത്തപ്പെടത്തില്ല. നമ്മെ രക്ഷിച്ചവന്റെ ഇഷ്ടം നാം എപ്പോഴും ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കണം. എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ ആകെ എത്ര മണിക്കൂറുള്ള ഒരു ദിവസം? 24, 23:45 അല്ല, 24 മണിക്കൂർ നമ്മുടെ മൈൻഡ് എവിടെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫിക്സ് ചെയ്യണം എന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. എവിടെയാ? ഉയരത്തിൽ നമ്മൾ പറയുന്ന റബ്ബർ വെട്ടാൻ പറ്റുമോ? ഉയരത്തിൽ റബ്ബർ വെട്ടാൻ പറ്റുമോ? അവരങ്ങളെ റബ്ബറോ തോട്ടമോ റബ്ബറിനോടൊന്നും എനിക്കൊരു ഗുണമില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. റബ്ബറോ തോട്ടമോ തെങ്ങോ മാവോ മാങ്ങയോ തേങ്ങയോ ചക്കയോ എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ഉണ്ടായിക്കോട്ടെ, അതിലൊന്നുമല്ല തടസ്സം. പക്ഷെ മനസ്സ് വെറുതെ ഉയരത്തിലല്ല സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇതെല്ലാം ഉള്ളപ്പോഴും കോടീശ്വരനായിക്കോട്ടെ രക്തം ടാറ്റയ്ക്കും ദിവസി വരാം. അങ്ങനെയുണ്ട് കേട്ടോ, രക്തം ടാറ്റയ്ക്കും ഇതിനകത്ത് വരാം. കോടീശ്വരനായ രക്തം ടാറ്റയ്ക്കും മോസ്റ്റ് വെൽക്കം. പക്ഷെ ഇതിനകത്ത് വന്നാൽ ഇവിടെ ഒരു അന്യനും പരദേശിയെ പോലെ ജീവിക്കണം. ഞാനൊരു യാത്രക്കാരനാണ്. ആ യാത്രക്കാരനാണെന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകണം. എന്റെ പ്രിയനെ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലണം, അല്ലെങ്കിൽ അവന്റെ കാരണം ഞാൻ കേൾക്കും. ആ ഒരൊറ്റ കാര്യം മാത്രം ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ മരുഭൂയാത്ര മുന്നോട്ട് പോയില്ലെങ്കിൽ വീരുന്നത്. ഒരു വാക്കോട് വായിച്ച് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യം. പ്രസംഗം നിർത്താറായി കാരണം ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എന്നോട് എഴുതുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം അവരെ ഉപയാളെക്കാൾ കരുതിപ്പോയി. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വട്ടായി പോകുമ്പോൾ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉന്നതമായ വിളി ലഭിച്ചു. സാധാരണമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം കടന്നു വന്നു. ഒരിക്കലും അങ്ങനെ വന്നതാ. ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോ സിറ്റുവേഷൻ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എന്നോട് എഴുതുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം ചെയ്തിരിക്കുന്നു. നിശ്ചയം ചെയ്തൊരു 10 വർഷം പുറകിലത്തെ കഥയാ. 10 വർഷം കഴിഞ്ഞപ്പോ സിറ്റുവേഷൻ എന്നാൽ സർപ്പം അവരെ ഉപയാളെക്കാൾ കരുതിപ്പോയി. ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സിറ്റുവേഷൻ, പതറ്റിക് സിറ്റുവേഷൻ. മുൻപിൽ വെച്ച ബിരുദം, മുൻപിൽ വെച്ച ലക്ഷ്യം, അതിൽ നിന്ന് അവരുടെ ഹൃദയം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു, വഴുതിപ്പോയി. സാത്താൻ അവരുടെ ഹൃദയത്തെ കവർന്നു. അവൻ യേശുവിനെ കാണിച്ചു, ഇതെല്ലാം എന്റേതാണ് കണ്ടോ, ഇതിന്റെ മഹത്വം കണ്ടോ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷെ യേശു അതിന് വീണു കൊടുത്തില്ല. അവൻ അതിനെ ജയിച്ചു. അവന്റെ വിത്തകത്ത് വീണ അവന്റെ കുഞ്ഞുങ്ങളും ഇതിനെ ജയിക്കണോ വേണ്ടയോ? ഈ മഹത്വം തരാമെന്ന് പറയുന്ന, ലോകത്തിന്റെ മഹത്വം തരാമെന്ന് പറയുന്ന സാത്താനെ അവന്റെ കുഞ്ഞുങ്ങൾ ജയിക്കണോ വേണ്ടയോ? പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പൊ കിടക്കുന്നത്. വായിക്കുമ്പോ ഹൃദയം കവർന്നു കളഞ്ഞു അവൻ, ഹൃദയം കൊള്ളയടിച്ചു കളഞ്ഞു അവൻ. ഒരു വാക്യം വായിക്കും. മത്തായി 6:19-20. മത്തായി 6 മാത്യു 6:19-21. മത്തായിയുടെ സുവിശേഷം.
ലോകത്തിലാണ് നമ്മുടെ നിക്ഷേപം, നമ്മുടെ കണ്ണെങ്കിൽ, നമ്മുടെ യാഗം ഈ ലോകത്തിൽ വേരിറങ്ങിയെങ്കിൽ ഈ സ്വർഗീയ നിക്ഷേപത്തിന്റെ ഗൗരവം നമുക്ക് പിടികിട്ടത്തില്ല. അങ്ങനെ ഒരു നിക്ഷേപം ഉണ്ടാക്കാൻ ദൈവരാജ്യം അവകാശമാക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമായത്. ആ ഉയരത്തിൽ നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കണം. അങ്ങനെ സ്വരൂപിച്ചെങ്കിൽ നാം അവിടെ ചെല്ലുമ്പോൾ ആ നിക്ഷേപത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതിന് ഇവിടെ ലഭിച്ചിരിക്കുന്ന 70, 80, 90, 100, 150 എത്രയാകട്ടെ, ഈ ആയുസ് മുഴുവനും ആ സ്വർഗീയ നിക്ഷേപം ഉണ്ടാക്കുവാൻ ഓരോ നിമിഷവും നാം കരുതിക്കൊള്ളണം. ഒരു വാക്യോടെ പ്ലീസ്. 2 പത്രോസ് 1:10 ഇങ്ങനെ നമ്മൾ വായിച്ച വാക്യമാണ്. അത് വായിച്ച് അവസാനിപ്പിക്കുക. 2 പത്രോസ് 1:10 കാണാതെ അറിയാവുന്ന വാക്യമെങ്കിലും വായിച്ചാണ്. 2 പത്രോസ്. അതുകൊണ്ട് പ്രിയരായവരെ, മാമംഗലത്തുള്ള ഈ സഭയിലെ പ്രിയപ്പെട്ടവരെ, വെളിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി കാണുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ അധികം ഉത്സാഹിക്കുക. ഈ ദിവസങ്ങളിൽ വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് ആ കാര്യത്തിന് പരമായ ഗൗരവം കൊടുത്ത് ആ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുക. മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത്. അവർ അപേക്ഷിച്ചതൊക്കെയും അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അത് നമുക്ക് സംഭവിക്കരുത്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 ദിവസക്കാലം നിങ്ങളോടുള്ള കൂട്ടായ്മ കൃത്യമായിരുന്നു. നിങ്ങൾ ഈ വചനം കൈക്കൊണ്ടാൽ ഞാൻ ധന്യനായി, സ്വർഗവും ധന്യമായി. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ സാവകാശം ഒരുക്കുന്ന കർത്താവ് ദാസനോട് സഭയോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. എന്തു ഞാൻ നിനക്കാ ഇനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കാ ഇനി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടേണ്ടു, പരിഹാസങ്ങൾ നിന്നയാതേൽക്കേണമോ, പരിതാപമാരിൽ ഞാൻ പാർക്കേണമോ. പരിഹാസങ്ങൾ നിന്നയാതേൽക്കേണമോ, പരിതാപമാരിൽ ഞാൻ പാർക്കേണമോ. പരിതാപമാരിൽ ഞാൻ പാർക്കേണമോ. എന്തു ഞാൻ നിനക്കായി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി ചെയ്തിടേണ്ടു, തരുന്നേ ഞാനൻ ജീവനെ നിൻ കരത്തിൽ കരുതുന്നില്ല ഞാൻ ഒന്നും ഞാനികത്തിൽ. തരുന്നേ ഞാനൻ ജീവനെ നിൻ കരത്തിൽ കരുതുന്നില്ല യാതൊന്നും ഞാനികത്തിൽ. കരുതുന്നില്ല യാതൊന്നും ഞാനികത്തിൽ. എന്തു ഞാൻ നിനക്കായി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി ചെയ്തിടേണ്ടു, നടത്തേണമേ നിൻ നാവിനാൽ മടുത്തിടാതെ തിരുസേവനത്തിൽ. നടത്തേണമേ നിറവായി നിന്നാൽ ഭാവിനാൽ മടുത്തിടാതെ തിരുസേവനത്തിൽ. മടുത്തിടാതെ തിരുസേവനത്തിൽ. എന്തു ഞാൻ നിനക്കായി ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ
കാണമോ പരിതാപമായി പാൽ ഞാൻ പാടണമോ എന്നു ഞാൻ നിനക്കായിടണ്ടു സ്വന്തം ജീവനാലെ എന്നെ വേണ്ടുവല്ലോ എന്നു ഞാൻ നിനക്കായിടണ്ടു താരുന്നേ ഞാനൻ ജീവനെ നിൻ കാലത്ത് കരുതു ഇല്ല യാതൊന്നും ഞാൻ ഈകത്തിൽ താരുന്നേ ഞാൻ ജീവനെ നിൻ കാലത്ത് കരുതു ഇല്ല യാതൊന്നും ഞാൻ ഈകത്തിൽ കരുതു ഇല്ല യാതൊന്നും ഞാൻ ഈകത്തിൽ എന്തു ഞാൻ നിനക്കായി ചെയ്തിടണ്ടു സ്വന്തം ജീവനാലെ എന്നെ വേണ്ടുവല്ലോ എന്തു ഞാൻ നിനക്കായി ചെയ്തിടണ്ടു നടത്തേണമേ നിറ അതിനാൽ പാവിനാൽ അടുത്തേ യാതേ തിരുസേവനത്ത് നടത്തേണമേ നിറവായി നിന്നാവിനാൽ മടുത്തേ യാതേ തിരുസേവനത്ത് മടുത്തേ യാതേ തിരുസേവനത്തിൽ എന്തു ഞാൻ നിനക്കായി ചെയ്തിടണ്ടു സ്വന്തം ജീവനാലെ എന്നെ വേണ്ടുവല്ലോ എന്തു ഞാൻ നിനക്കായി ചെയ്തിടണ്ടു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, പലപരമായി രാത്രിക്കായി ഞങ്ങൾ വിശുദ്ധ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സന്ധിയിലങ്ങളുടെ സന്ധിയിലായിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങളുടെ വചനങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ഭൂമിയിൽ അന്യരും പ്രദേശങ്ങളും നിന്നുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നു. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം എന്ന് അങ്ങയുടെ പ്രത്യേകിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വിശ്വാസയാത്രയിലും കർത്താവേ, ഞങ്ങളുടെ ഭൂമിയിൽ അന്യരും എണ്ണിക്കൊണ്ട് ഓരോ ദിവസവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ മാടി വിളിക്കുന്ന ഓരോ സാധാന്യ വ്യാപാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഞങ്ങൾക്ക് ആത്മാവിൽ ജയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ദൈവദാസന്മാരെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് അവരുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ സ്വർഗ്ഗം എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്ന നിങ്ങളുടെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിന്റെ നാളിൽ നിർമ്മലന്മാരും വിളർച്ചയില്ലാത്തവരുമായി കർത്താവിന് വേണ്ടി നീതിഫലം കായ്ക്കുന്നവരായി കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാൻ നശിച്ചു പോകുന്നവരുടെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസിനായി ജീവിക്കുവാൻ എല്ലാവരെയും കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി ഞങ്ങളുടെ വചനം ഐശ്വര്യമായി പ്രഘോഷിച്ച ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ കൃപകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.